السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي ينزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت من القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. قال نبينا محمد صلى الله عليه وسلم: من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان. وتعمى عن الدنيا وأنت بصير وتجهل ما فيها وأنت خبير وتصبح تنبيها
كأنك خالد وأنت غدا ما بديت تسير ولو كان فيها كالذي أنت عارف لقد كان فيما بلوت نذير متى أبصرت عينانا خطأ طرفني काश दिल को करार आ जाए आरज़ू है कि इस नदामत पर उसकी रहमत को प्यार आ जाए सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम अल्लाहुम्मा सल्लि अला मुहम्मद या रब्बी सल्लि अलैहि वसल्लम. ആദരണീയരായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, ഈ സ്ഥാപനത്തിന് തുടക്കം മുതലേ നേതൃത്വം നൽകിയവരിൽ പ്രമുഖരുമായ ആദരണീയരായ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അവറുകളിൽ, വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രഷറർ കെ.എം. സൈദലവി ഹാജി അവറുകളിൽ, വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ അലി ഉസ്താദ് അവറുകളിൽ, സ്നേഹനിധിയായ ഈ സ്ഥാപനത്തിന്റെ മേധാവികളിൽ പ്രമുഖനായ തോപ്പിൽ കുഞ്ഞാപ്പു ഹാജി അവറുകളിൽ, ആദരണീയരായ നമ്മുടെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് സെക്രട്ടറിയും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മഹോന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയുമായ യുബാപ്പുട്ടി ഹാജിയുടെ മകനുമായ ആദരണീയരായ ഷാഫി ഹാജി അവറുകളിൽ, ആദരണീയരായ ഇസ്ഹാഖ് ഉസ്താദ് അവറുകളിൽ, വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ഹാദിയായുടെ വൈസ് പ്രസിഡന്റ് സ്നേഹനിധിയായ സഹപ്രവർത്തകൻ സി.എച്ച്. ഷരീഫ് ഹുദവി ഉസ്താദ് അവറുകളിൽ, വേദിയിലുള്ള മറ്റു സ്ഥാപനത്തിന്റെ സമുന്നതരായ നേതാക്കളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദാറുൽ ഹുദയുടെ മുറ്റത്തേക്കുള്ള വിളി കേട്ടെത്തിച്ചേർന്ന സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ പകലിൽ അല്ലാഹു സ്വീകരിക്കുകയും ധന്യരായി തിരിച്ചു പോവുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബദറിന്റെ രണാങ്കണത്തിൽ സത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മഹാന്നതരായ ബദർ ശുഹദാക്കളുടെ അനുസ്മരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ ആ മഹാന്മാർ അധർമ്മത്തിനെതിരെ ആയുധങ്ങൾ കൊണ്ട് സന്ധിയില്ലാ സമരം നടത്തേണ്ട ഒരു ഘട്ടം വന്നപ്പോ ഒരു സെക്കൻഡ് പോലും താമസിച്ചു നിൽക്കാതെ സത്യത്തിന്റെ ശത്രുക്കൾക്ക് നേരെ നടത്തിയ അതിശക്തമായ പോരാട്ടത്തിന്റെ ചരിത്രങ്ങൾ അയവിറക്കപ്പെടുന്ന ദിനമാണ്. ആ ദിനത്തിലാണ് ഇസ്ലാമിക ഭരണോ സംവിധാനമോ ഇല്ലാത്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ മഹല്ലുകളിൽ മുസ്ലിങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന അനിസ്ലാമിക പ്രവണതകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നേരെ നടക്കുന്ന കടന്നുകയറ്റങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആ സ്നേഹം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്
വരും കാലങ്ങളിൽ ഏറ്റവും വലിയ വിപ്ലവമാക്കി മാറ്റിയ രണ്ട് മഹാരഥന്മാരെ കുറിച്ച് പ്രധാനമായും നമ്മൾ ഇന്ന് അയവിറക്കുന്നത്. ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ശത്രുക്കളുടെ വാളുകൾക്ക് മുമ്പിൽ ജീവിതം സമർപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായ കടന്നുവരുന്ന സാഹചര്യങ്ങളെ ജീവിതം കൊണ്ട് നേരിട്ട രണ്ട് മഹാന്മാരെയാണ്, ആ മഹാന്മാരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നിറങ്ങുന്നത്. ബദർ ദിനമായതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും മഹല്ലുകളിൽ ബദർ ശുഹദാക്കളെ ആദരിക്കുന്നതിനോടനുബന്ധിച്ചുള്ള പല പരിപാടികളും നടക്കുന്നതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം നമ്മൾ ഏറെ നീട്ടിക്കൊണ്ടുപോവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏത് മഹാന്മാരെ കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. മഹാരഥന്മാരായ ആളുകളെ അയവിറക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്യണം എന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ താൽപര്യമാണ്. എന്തിനാ നമ്മൾ ഇങ്ങനൊരു വിഷയം കൊടുത്തത്? ഓരോ കാലഘട്ടങ്ങളിലും നമുക്കിടയിൽ ജീവിച്ചു പോകുന്ന മഹാരഥന്മാർ തൊട്ടടുത്ത കാലങ്ങളിലേക്ക് പകർന്നു കൊടുക്കപ്പെടണം എന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ താൽപര്യമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകൾക്കും പേര് നൽകിയത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെയും മഹോന്നതരായ വ്യക്തിത്വങ്ങളുടെയും നാമമാണ് അല്ലാഹു പല സൂറത്തുകൾക്കും നൽകിയത് എന്ന് കാണാൻ കഴിയും. സൂറത്ത് ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഒരു കാലത്തും മറക്കാൻ പാടില്ലാത്ത വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാമധേയത്തിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചത്. സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളാനുള്ള മഹൽ വ്യക്തിത്വമാണ് യൂസുഫ് അലൈഹിസ്സലാം എന്നതുകൊണ്ടാണ് അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാമിന്റെ പേരൊരു സൂറത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ മാത്രം പേരല്ല, സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അൽ കഹ്ഫ് എന്നാണ് ആ അധ്യായത്തിന് അല്ലാഹു പേരിട്ടത്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. സൂറത്തുൽ കഹ്ഫ്, ആ ഗുഹ, 7ഓളം വരുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ രാജ്യം മുഴുവൻ തങ്ങൾക്കെതിരായപ്പോ, രാജ്യവും രാഷ്ട്രവും രാഷ്ട്രത്തിലെ ജനങ്ങളും ഭരണ സംവിധാനങ്ങളും മുഴുവൻ തങ്ങൾക്കെതിരായപ്പോൾ അവരുടെ വിശ്വാസവും കർമ്മവും സംരക്ഷിക്കാൻ എന്ത് വഴിയുണ്ടെന്നവർ കൂടിയാലോചിച്ചു. അല്ലാഹുവിന്റെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുത്തു ഓടിപ്പോകാൻ. ഇവിടെ ആത്മഹത്യാപരമായ പ്രവർത്തനം സ്വീകരിക്കലല്ല നല്ലത്, ഓടിപ്പോയി നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കലാണ് എന്ന് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതനുസരിച്ച് അവർ നേരെ ഓടിച്ചെന്ന് ഒളിച്ചിരുന്ന ഗുഹയെക്കുറിച്ചാണ് അല്ലാഹു ആ സൂറത്തിൽ പറയുന്നത്. എന്തിനാണ് പറഞ്ഞത്? വിശ്വാസവും കർമ്മവും നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ടത് ഏത് പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലും മുഅ്മിൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുവാനാണ് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹയിൽ താമസിച്ച 7ഓളം ചെറുപ്പക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് ബദർ ദിനത്തിലായി രണ്ട് മഹാന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് അവിചാരിതമാണെങ്കിലും ഏറ്റവും യോജിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബദർ ശുഹദാക്കളെ കുറിച്ച് ഒരു തവണ നമ്മൾ പറഞ്ഞു പോയതാണ്. ബദറിലെ ധീരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു പോയതാ. ഇവിടെ നമ്മൾ പറയുന്നത് ആ ബദറിന്റെ സ്വഹാബികളിൽ നിന്ന്, ബദറിലെ സ്വഹാബികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ജീവൻ സമർപ്പിച്ച, അല്ലെങ്കിൽ ജീവിതം തന്നെ സമർപ്പിച്ച രണ്ട് മഹാരഥന്മാരെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ.
ഒരു സ്നേഹത്തിന്റെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിയാളം കേട്ടാണ് സ്വഹാബികൾ ബദറിലേക്ക് പോയത് എങ്കിൽ ആ ഹബീബിന്റെ ഹജ്ജത്തുൽ വദാഇലെ വെളിയാളമായിരുന്നു നമ്മുടെ മഹാരഥന്മാരുടെ മനസ്സാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത് എന്നവരുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മഹാനായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇല ഹബീബിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജായിരുന്നല്ലോ ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയത്. ആ ഹജ്ജിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണം നടക്കുന്നതും. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ആശയത്തിലുള്ള ആയത്തിറങ്ങുകയാണ്. അതോടുകൂടെ ഇസ്ലാം പൂർണ്ണമാവുകയാണ്. ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, പരിശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിനെ ഇനി എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല സ്വഹാബാ, പരിശുദ്ധമായ ദീൻ ഉൾക്കൊള്ളാൻ അല്ലാഹു സൗഭാഗ്യം നൽകിയ നിങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അലാ ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം കേട്ട് സ്വഹാബികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. മദീന മുനവ്വറയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,00,000-ലേറെ സ്വഹാബികൾ ഉണ്ടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്. അതിൽ 10,000-ൽ താഴെ സ്വഹാബികൾ മാത്രമാണ് മദീനയിൽ മരണപ്പെട്ട് കിടക്കുന്നത്. ബാക്കി 1,00,000-ലേറെ സ്വഹാബികളുമുള്ളത് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം കേട്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിനായി അവരെ കടന്നുപോയതായിരുന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാൽ കടലോരങ്ങളിലും മറ്റുമൊക്കെയായി ഒരുപാട് സ്വഹാബികളുടെ ഖബറുകളുടേതായി മനസ്സിലാക്കാൻ കഴിയും. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ കേരളത്തിലേക്ക് വന്നത് അവരുടെ അരച്ചാണ് വയറിന്റെ പ്രശ്നത്തിനായിരുന്നില്ല. നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. മഹാനായ തങ്ങൾ ഇവിടെ കിടന്ന് ദുആ ചെയ്തല്ലോ, പ്രവാസികളേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അല്ലാഹുവേ, പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങളൊക്കെ നീ നീക്കിക്കൊടുക്കണേ എന്ന് തങ്ങൾ ദുആ ചെയ്തല്ലോ. നമ്മൾ യാത്ര ചെയ്തത് ഈ സദസ്സിലിരിക്കുന്ന ആരുടെ കുടുംബത്തിൽ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ഒരംഗമെങ്കിലും വിദേശത്ത് ഉണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസികളില്ലാത്ത കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മളൊക്കെ അരച്ചാണ് വയറിന്റെ പ്രശ്നത്തിനാണ് യാത്ര ചെയ്തതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ചെയ്ത യാത്ര അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അതെത്തിയിട്ടില്ലാതെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയായിരുന്നു അത്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ഇനി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ട ചുമതല അല്ലാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ തന്നെയാണ്. ആരാണ് ആ കൃത്യം നിർവഹിക്കേണ്ടത്? പ്രവാചകന്മാർ വന്നതിനായിരുന്നു. പ്രവാചകന്മാർ വന്നത് സമൂഹത്തോട് നല്ലത് കൽപ്പിക്കാനും തിന്മയിൽ നിന്ന് വരെ പ്രതിരോധിച്ചു നിർത്താനുമായിരുന്നുവെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് الذين يتبعون الرسول النبي الأمي الذي
യജദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിനെ എടുത്തു പറഞ്ഞത്. يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث. അവർക്ക് നല്ലത് അനുവദിച്ചു കൊടുക്കുകയും മോശമായതെല്ലാം അതിൽ നിന്നെല്ലാം അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന പ്രവാചകൻ എന്നാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയ വിശേഷണം അങ്ങനെയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട് വാർത്തെടുത്ത തന്റെ അനുയായികളെ കുറിച്ചും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ആ സമൂഹത്തെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത്, കുൻതും ഖൈറ ഉമ്മത്തിൻ മുഖ്രിജത്തുൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നല്ലത് കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ലോകത്തെ ഉദാത്തമായ സമുദായമാണ് നിങ്ങളെന്ന് പറയാനാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നന്മ കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നാണ്. ഓരോ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ടാകണം എന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ്. ഇനി ലോകത്തേക്ക് പ്രവാചകന്മാരെ കടന്നവരില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനായി ഇനി പ്രവാചകന്മാരെ കടന്നവരില്ല. അത് നിർവഹിക്കേണ്ടതാരാണ്? ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാകണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ളൊരു വിഭാഗം നിങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടാകണം. എന്നാലേ ഭൂമിക്ക് നിലനിൽപ്പുള്ളവന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തരാം, ലോകത്ത് നന്മ നിലനിൽക്കുകയും തിന്മകൾ വിഭാടനം ചെയ്യപ്പെടുകയും ചെയ്യാതിരുന്നാൽ ലോകത്തിന് നാശമുണ്ടാകും. ലോകത്തിന് നാശമുണ്ടാകും. എന്തിനാ നന്മ കൽപ്പിക്കുന്നൊരു വിഭാഗം തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം എന്തിനാ? പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതെങ്ങനെയാണ്? നന്മയേക്കാൾ തിന്മാധിപത്യം സ്ഥാപിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി എന്ന് പറയണം, ഹുവൽ ഖാദിറു അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസകും ശിഅൻ വയുദീക ബഅലകും ബഅസ ബഅൽ. നബി അങ്ങ് പറഞ്ഞേക്കണേ, ഹുവൽ ഖാദിർ, അല്ലാഹു കഴിവുള്ളവനാണ്, അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്ന് നിങ്ങളെ ശിക്ഷിക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്ന് നിങ്ങളെ ശിക്ഷിക്കാനും കഴിവുള്ളവനാണ് നിങ്ങളുടെ അല്ലാഹു. ഔ യൽബിസകും ശിഅൻ വയുദീക ബഅലകും ബഅസ ബഅൽ, നിങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചും നിങ്ങളെ തകർത്തുകളയാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു എന്നെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അല്ലാഹുവിന്റെ ഹബീബിനോട് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്താൻ, അല്ലാഹു മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞത് പ്രധാനമായും ചില ശിക്ഷകളെ കുറിച്ചാണ്. മുകൾ ഭാഗത്ത് നിന്ന് നിങ്ങളെ ശിക്ഷിക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു, താഴ്ഭാഗത്ത് നിന്ന് നിങ്ങളെ ശിക്ഷിക്കാനും കഴിവുള്ളവനാണ്. നിങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചു അല്ലാഹു തകർത്തിക്കളയാമല്ല അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ പറഞ്ഞ ഒരു ശിക്ഷ മേൽഭാഗത്ത് നിന്ന് വരുന്ന ശിക്ഷയാണ്. ശ്രദ്ധിക്കണേ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നഹാ ഖാലത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറ സൂഉ ഫിൽ അർദ്,
അള്ളാഹു ആയത്തിൽ പറഞ്ഞതെന്താ? മുകൾ ഭാഗത്ത് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന. എപ്പോഴാ മുകൾ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ വരുന്നത്? ശ്രദ്ധിക്കണേ, നമ്മുടെ സമൂഹം, മനുഷ്യ സമൂഹം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ. മുകൾ ഭാഗത്തു നിന്നുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അതിശക്തമായ ചൂട്, സഹിക്കാൻ കഴിയാത്ത ചൂട്. കഴിഞ്ഞ വേനൽ നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ. സഹിക്കാൻ കഴിയാത്ത ചൂട് മുകൾ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാ. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഉഷ്ണം മുകൾ ഭാഗത്തു നിന്നുള്ള ശിക്ഷയുടെ ഭാഗമാണത്. അതേപോലെ മഴ കുറഞ്ഞു പോവുക, കാലം തെറ്റി മഴ പെയ്യുക, കൊടുങ്കാറ്റടിക്കുക, മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ശിക്ഷയുടെ ഭാഗങ്ങളാണ്. നബി എന്ന് പറയണേ, മുകൾ ഭാഗത്ത് നിന്നാഹു നിങ്ങളെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് കേൾക്കണേ. എപ്പോഴാ മുകൾ ഭാഗത്തു നിന്നുള്ള ശിക്ഷ വരുന്നത്? ഉമ്മു സലമാ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ നബി പറഞ്ഞത്, ഇദാ ലഹറത്തു ഫിൽ അർദ്, ഭൂമിയിൽ ദുരാചാരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിന്മ എന്ന. ഇദാ ലഹറ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാവുക, പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ വ്യാപകമായി നടക്കുക എന്നാണ്. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ആളുകൾ കാണുകെ നടക്കുക, ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ നടക്കുക. ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് തടയാൻ പറ്റുന്ന ആളുകൾ ഇല്ലാതെയായി പോവുക എന്നാണ് ഇതിന്റെ സൂചന. ഇതാ എന്ന് പറഞ്ഞാൽ ദുർനടപടികൾ, മോശങ്ങൾ, തിന്മകൾ, ദുരാചാരങ്ങൾ എന്ന് പറയാം. നമുക്കതിന് രണ്ട് രീതിയിലുള്ള ആചാരങ്ങളുണ്ട്, സദാചാരവും ദുരാചാരവും. ഒരുപാട് പറയാനുണ്ടാകും ആ വിഷയം. ഞാൻ എന്തിനാ ഇവരാണ് നമ്മുടെ നായകർ എന്ന വിഷയത്തിൽ പറഞ്ഞു വരുന്നത്? ഈ രണ്ട് മഹൽ വ്യക്തിത്വവും എന്തിനാണ് ജീവിതം സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇതിന് തന്നെയായിരുന്നു. മുസ്ലിം ഉമ്മത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങൾക്കത് സന്ധിയില്ല സമരം നടത്തി. മുസ്ലിം ഉമ്മത്തിൽ പടർന്നു പിടിക്കുന്ന ബിദ്അത്തിനെതിരെ ജീവിതം സമർപ്പിച്ച മഹാന്മാരായിരുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അപ്പൊ സദാചാരമുണ്ട്, ദുരാചാരമുണ്ട്. ഞാനത് മനസ്സിലാക്കി പറഞ്ഞു തരാം. ദുരാചാരം, സദാചാരം, ഒരു ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് തോന്നും അതൊക്കെ വളരെ നിസ്സാരമല്ലേ എന്ന്. എന്നാൽ അതൊക്കെ വളരെ ഗൗരവമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. പലതും നമ്മൾ ഇന്ന് ദീനിൽ പെടുമോ എന്ന് പോലും സംശയിക്കുന്ന കാലം. സദാചാരം, പഴയ കാലത്തൊരു സദാചാരം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് എല്ലാ മേഖലയിലും സദാചാരം നിലനിൽക്കുന്ന കാലമായിരുന്നു. വീട്ടിൽ നിന്നൊരാൾ പുതിയ ആപ്പിളയായി ഇറങ്ങാൻ പോവുകയാണ്. പള്ളിയിലുള്ള ഉസ്താദ് വന്ന് എല്ലാ നിസ്കാരവും കൃത്യമായി ജമാഅത്ത് തെറ്റാതെ നിസ്കരിക്കുന്ന മുഅദ്ദിൻ നിന്ന് 5 നേരവും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ആളുകളെ നിസ്കരിക്കാൻ വിളിക്കുന്ന മുഅദ്ദിനോ അല്ലെങ്കിൽ ഉസ്താദോ ഒക്കെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഫാത്തിഹ വിളിച്ച് കുടുംബജീവിതത്തിലേക്ക് ദുആ ചെയ്ത് പറഞ്ഞയക്കുന്നൊരു സദാചാരമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇന്നത് പോയതിന്റെ സ്ഥാനത്ത് പുതിയ ആപ്പിള ഇറങ്ങുമ്പോൾ കരിമരുന്ന് പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്ത് മാറി. ഒരു സദാചാരവും ഒരു ദുരാചാരവുമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട് കണ്ണുനീര് പൊടിക്കിപ്പോയ ചില രംഗങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനൊരു നിക്കാഹിന് വേണ്ടി വീട്ടിൽ പോയി നിൽക്കുകയാണ്. നിക്കാഹിന് വേണ്ടി വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണൂർ ജില്ലയിലാണ്. ആ കുടുംബത്തിലെ ആൾ പറഞ്ഞു, പുതിയാപ്പിള വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പുതിയാപ്പിള വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പുതിയാപ്പിളയെ സ്വീകരിക്കാൻ ആളുകളൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ നമ്മൾ പള്ളിയിലെ ഉസ്താദാണ് എന്ന് പറഞ്ഞവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ എഴുന്നേറ്റിടുന്നു. നിക്കാഹിന്റെ വേദിയിലേക്ക് പോകാനായി എഴുന്നേറ്റിടുന്നപ്പോ എന്നോട് എന്റെ അടുത്തുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ. ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് സ്വീകരിക്കാൻ നിൽക്കുമ്പോ ഞാൻ മാത്രം ഇരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും.
ഈ ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ വീട്ടിലേക്ക് കയറി വരിക. വീട്ടിലേക്ക് കയറി വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട മകളെ ഈ ചെറുപ്പക്കാരന്റെ കല്യാണം ചെയ്തു കൊടുക്കാനുള്ള, നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പെണ്ണിന്റെ പിതാവ്. 2 ആഴ്ചയോ ഒരാഴ്ചയോ മുമ്പ് തന്റെ പെണ്ണുമോളെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോ ധരിക്കാൻ വേണ്ടി വസ്ത്രം തുന്നിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇയാൾ ഇത്ര ആഗ്രഹത്തിൽ കൊണ്ടുപോയി വെച്ചതായിരിക്കും അത്. എന്റെ പൊന്നുമോളെ നിക്കാഹ് കഴിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഇതാവണം എന്ന് കരുതിയത് ഈ പുതിയ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇവന്റെ കൂടെ കുറെ ചെറുപ്പക്കാരുമുണ്ട്. ഇയാൾ സ്വീകരിക്കാൻ കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് സ്വീകരിക്കാനായി ചെന്നപ്പോൾ കൂട്ടത്തിലുള്ള ഏതോ ഒരു ബബിൾ സ്പ്രേ പൊട്ടിച്ചു. ഇയാളുടെ കുപ്പായവും ഡ്രസ്സ് മുഴുവൻ സഞ്ചായമണിഞ്ഞു. ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും, റാഗിംഗ് എന്നും വായിച്ചില്ലേ നമ്മൾ പത്രത്തിൽ, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും ഇയാൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ സൈക്കിളിൽ നിന്ന് വന്ന് വീണ ചെടി എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട്. ചിരിക്കുകയില്ലാതെ കരയാൻ നിർവാഹമില്ലല്ലോ. ഇയാൾ വീട്ടിലേക്ക് കയറിപ്പോയിട്ട് അയാൾ ഡ്രസ്സ് മാറ്റിയിട്ട് പഴയ ഡ്രസ്സ് ഇട്ടുമെന്നാണ് ആ നിക്കാഹിനിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചുപോയി, ഉമ്മത്ത് എത്രമാത്രം ദുരാചാരങ്ങളിലേക്ക്, ആ ഉമ്മത്ത് എത്രമാത്രം ദുരാചാരങ്ങൾ വാരി പുലരുമ്പോഴും പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പോലെയുള്ള മഹാരഥന്മാർ ഇല്ലാതെയായി പോയ കാലമായല്ലോ എന്ന് ചിന്തിച്ചുപോയി. മുസ്ലിം ഉമ്മത്തിന് വഴിപഴച്ചു പോകുമ്പോൾ അവരെ മാർഗദർശനത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊരു നിക്കാഹിന് പോയപ്പോ നിക്കാഹിന്റെ വാക്കിങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ ഈ പെണ്ണിന്റെ പിതാവ് കരയുന്നു. 2 കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ എന്തിനാ റബ്ബേ കരയുന്നത്? ഇയാൾ എന്തിനു കരയുന്നു? മകൾ വിവാഹിതയാകുന്ന ദിവസം ഒരു മനുഷ്യൻ കരയുകയോ പെണ്ണിന്റെ വാപ്പ കരയുകയോ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാൻ വിചാരിച്ചു വല്ല സാമ്പത്തിക പ്രയാസം ഇയാൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അയാളെ ഞാൻ രഹസ്യമായി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരഞ്ഞത്? മകൾക്ക് സ്വർണം പറഞ്ഞിട്ട് കൊടുക്കാൻ ഒക്കാത്ത വല്ല പ്രശ്നവുമുണ്ടോ? സാമ്പത്തികമായ പരാധീനത വല്ലതുമുണ്ടോ? ഇയാൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ കരഞ്ഞതെനിക്കാകൊരു മോള. 18 കൊല്ലം ഞാൻ കണ്ണിന്റെ ഹിമ വെട്ടാതെ പോറ്റി വളർത്തിയ എന്റെ പൊന്നുമോളെ ഞാൻ 1 ആഴ്ച 2 ആഴ്ച മുമ്പ് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ പിടിച്ചു കൊടുത്തത്. ബാഹ്യമായി മാത്രമല്ലേ അന്വേഷിക്കാനും കഴിയൂ. അവന്റെ രഹസ്യ ജീവിതം എന്ത് എന്ന് അറിയുമോ? എന്റെ പൊന്നുമോളെ മറ്റൊരു തന്നെ ഞാൻ കൈമാറിയപ്പോ ഞാൻ അറിയാതെ കരഞ്ഞുപോയതാ. ഏറ്റവും വലിയ പരീക്ഷണമാണല്ലോ എന്റെ സഹോദരങ്ങളേത്. ഏറ്റവും വലിയ പരീക്ഷണമാണത്. ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദാനമാണത്. 10 സെന്റ് ഭൂമി പള്ളിക്ക് കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ദാനം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ കുഞ്ഞുമക്കളെ പിടിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുക. അയാളിങ്ങനെ കരഞ്ഞു. ഞാൻ ആ വേദന എനിക്ക് മനസ്സിലായത് എനിക്ക് പെൺമക്കൾ ഉണ്ടായപ്പോഴാണ്. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, 18 കൊല്ലം കഴിഞ്ഞ് ഈ പൊന്നുമക്കളെ പിടിച്ചു കൊടുക്കുമ്പോ മറ്റൊരാൾക്ക് 18 കൊല്ലം എന്ന് ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പറഞ്ഞതാ. ഇസ്ലാം നിക്കാഹിനോ വിവാഹത്തിനോ സമയം നിശ്ചയിച്ചിട്ടില്ല, വയസ്സ് നിശ്ചയിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ നാളത്തെ വിഷയത്തിൽ പറയും. മഹാനയാണിങ്ങനെ ഓർക്കുകയാണ്, എനിക്ക് മക്കളുണ്ടായപ്പോ ഞാൻ ചിന്തിച്ചുപോയി, റബ്ബേ 18 വയസ്സ് കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ ഞാൻ എങ്ങനെയാ കല്യാണം ചെയ്തു കൊടുക്കുക? ആ സമയത്തെന്ന പിതാവ് കരഞ്ഞ വേദനയുടെ ആഴം ഞാൻ ചിന്തിച്ചപ്പോഴാണ്. അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ് എന്റെ പ്രിയമുള്ള സഹോദര. ഞാൻ ഓർക്കുന്നത്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കരൽ പറിച്ചു വരുന്ന പോലെ തനിക്ക് വേണ്ടി പൊന്നുമോളെ ഒരുക്കി നിർത്തിയ പിതാവ് 40-50 പവൻ സ്വർണം അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കുപ്പ, നല്ല ഡ്രസ് വാങ്ങി അണിയിപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിലേക്ക് കണ്ടുകൊട്ടി പോകുന്ന ഉമ്മത്തായി ഈ ഉമ്മത്ത് അബദ്ധപതിക്കുമ്പോൾ ഈ പെണ്ണിന്റെ പിതാവിന്റെയും കൂടി നിൽക്കുന്നവരുടെയും ശരീരത്തിലേക്ക് ബബിൾ സ്പ്രേ പൊട്ടിച്ച് അനാചാരങ്ങൾ കൊണ്ട് ധന്യമാക്കലാണ് ഏറ്റവും വലിയ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യത എന്ന് മനസ്സിലാക്കിയ ഒരു തലമുറയെ തിരുത്താൻ
ജീവിച്ചിരിക്കുന്ന തലമുറകൾ ഇല്ലാതെയായി പോകുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, ഇദാ ഭൂമിയിൽ തിന്മകൾ വ്യാപകമായാൽ, ദുരാചാരങ്ങൾ വ്യാപകമായാൽ, അല്ലാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. ഇറക്കാന്ന് പറയലെപ്പോഴാ? മേലെ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് ഇറക്കാന്ന് പറയാ. അല്ലാഹു ശിക്ഷ ഇറക്കുന്നതാണ്. ഇത് കേട്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഇവിടെയാണ് നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത്. ഉമ്മു സലമ ബീവി പറയാം, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വഇൻ കാന ഫീഹിം സാലിഹാൻ, നല്ല മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നല്ല മനുഷ്യർ ജീവിച്ചിരിക്കുന്നുവെങ്കിലും യുസീബുഹും മാ അസാബന്നാസ് സുമ്മ യുർജഊന ഇലാ റഹ്മത്തില്ലാഹ്. നല്ല മനുഷ്യർ ജീവിച്ചിരിക്കുന്നുവെങ്കിലും അവരെയും ഈ ശിക്ഷ പിടികൂടുന്നതാണ്. എപ്പോഴാ പിടികൂടുക? അല്ലാഹുവിന്റെ ഹബീബും പരിശുദ്ധ ഖുർആനും എന്ത് പറയുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പുണ്യനബി പറയാ, അവരെയും ഈ തിന്മ പിടികൂടുന്നതാണ്. പിന്നെ അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് മടക്കപ്പെടുന്നതാണ്. അപ്പൊ ഭൂമിയിൽ തിന്മ വ്യാപിക്കുമ്പോൾ ഭൂമിയിൽ നാശമുണ്ടാകും. ഭൂമിയിൽ നാശമുണ്ടാകും. എന്തൊക്കെ നാശം? എല്ലാ നാശവും. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ നാശങ്ങളുണ്ടോ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ അഭാവമാണ് എന്ന് വളരെ വ്യക്തമായി പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇദാ ലഹറ الزنا والربا في قرية, ഏതൊരു ഗ്രാമത്തിലാണോ ഇദാ ലഹറ الزنا والربا في قرية, പലിശയും വ്യഭിചാരവും വ്യാപകമാകുന്നത്, അതിനല്ലാഹു ബിഹലാകിഹാ, അല്ലാഹു ആ നാടിനെ നശിപ്പിച്ചു കളയാനുള്ള സമ്മതം മലക്കുകൾക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പലിശയും അതേപോലെ വ്യഭിചാരവും വ്യാപകമാകുമ്പോൾ അതിനെതിരെ ശക്തിയായ ശക്തിയില്ല സമരം ചെയ്യാനുള്ള ധർമ്മബോധമുള്ളവരില്ലാതെയാകുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതാണ്. നമ്മൾ വരുന്നുണ്ട് വിഷയത്തിലേക്ക്. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന മഹാരഥന്മാർ പ്രസക്തമാകുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരക്കൗണ്ട് സ്വന്തം പേരിലില്ലാതിരുന്ന, വേണമെങ്കിൽ നമുക്ക് പറയാം പച്ചനാടനായിരുന്ന ഡോക്ടർ യൂബാക്കുട്ടി ഹാജി. പച്ചനാടൻ എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ്? പച്ചനാടൻ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, സാധാരണക്കാർക്ക് അങ്ങനൊക്കെ കഴിയോ? ഞങ്ങൾ വലിയ ബിസിനസ്സുകാരല്ലേ? ഒരു ഹോസ്പിറ്റൽ നടത്തിയിരുന്ന മഹാൻ, ഒരു ഡോക്ടറായിരുന്ന മഹാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെയും ആലിമീങ്ങളുടെ കൂടെ സഹവസിച്ചിട്ട് ഖുർആനിന്റെയും ദീനിന്റെയും വിജ്ഞാനത്തിന്റെ ആഴമറിഞ്ഞ മഹാൻ. ആ മഹാൻ ഒരു സമൂഹത്തെ സമുദ്ധരിക്കാൻ, ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്റെ ജീവിതം കൊണ്ട് വിശുദ്ധി കാണിച്ച് ധർമ്മത്തിലേക്ക് ഇറങ്ങിയ മഹാനായതുകൊണ്ടാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇത്രമാത്രം ജനകീയമായത് എന്നല്ല, എന്റെയും നിങ്ങളുടെയും ഖൽബിൽ വരെ ഈ സ്ഥാപനത്തോടൊരു സ്നേഹം തോന്നാനുള്ള കാരണമെന്താ? നമ്മൾ പറയും ആ വിഷയം. അല്ലാഹുവിന് വേണ്ടി ഒരാൾ ജീവിതം സമർപ്പിക്കുമ്പോൾ വരുന്ന, അല്ലാഹു ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർക്കുന്ന ചില സ്വീകാര്യതയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ എന്തൊക്കെ അടയാളങ്ങളാണ് ഇതിന് പറഞ്ഞത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ അടയാളങ്ങളാ അതിന് പറഞ്ഞു തന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് തിന്മകൾ വ്യാപകമായാൽ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് കേട്ടോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, കുന്തു ആസിറ അസറത്തി റഹ്തിൻ മിനൽ മുഹാജിരീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ഞങ്ങൾ 10 മുഹാജിറുകളായ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ 10ാമനായിരുന്നു ഞാൻ.
അതിൽ ഒരാളായിരുന്നു ഞാൻ. ഇന്ദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം ചിന്തിക്കണേ, ഈ ഹദീസിൽ പുണ്യ നബി പറഞ്ഞ അടയാളൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ എന്ന് ചിന്തിക്കണം. മഹാനവറുകൾ പറയാണ്, പെട്ടെന്ന് റസൂലുള്ളാഹി ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളായ സ്വഹാബികളെ, ഖംസു ഖിസാലിൻ, 5 കാര്യങ്ങൾ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഏതൊരു ജനതയിലാണോ ദുരാചാരങ്ങൾ വ്യാപകമാകുന്നത്, ആ ദുരാചാരങ്ങൾ ആളുകൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന കാലമായാൽ, ദുരാചാരങ്ങൾ വർദ്ധിക്കുകയും ആ ദുരാചാരങ്ങൾ ആളുകൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന കാര്യം ഈലാൻ ചെയ്യാന്ന് പറയും, വിളിച്ചു പറയാ. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായല്ലോ. കേരളത്തിലെ ഭരണമാറ്റത്തിന് കാരണം പറഞ്ഞത് ചില ആളുകൾ ഒരു പെൺപറന്നോൾ ഉടുമ്പെട്ടതാണ് എന്ന് പറയാറുണ്ട്. എന്തേ? ഒരു പെണ്ണ് പരസ്യമായി വിളിച്ചു പറയാ, തിന്മ ചെയ്തു എന്ന് മാത്രമല്ല, പരസ്യമായി വിളിച്ചു പറയാ, ഇന്നാലിന്ന മന്ത്രി എന്റെ കൂടെ ഇത്ര ദിവസം ചെലവഴിച്ചിട്ടുണ്ട്, ഇന്നാലിന്ന MLA ഇന്ന ഹോട്ടലിൽ എന്റെ കൂടെ ഇത്ര ദിവസം തങ്ങിയിട്ടുണ്ട് എന്ന് ഒരു പെണ്ണ് വിളിച്ചു പറയാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ കരുതും അത് അവിടെ കഴിഞ്ഞു. അവിടെ കഴിയില്ലത്. നമ്മുടെ സമുദായത്തിന്റെ വീട്ടിലില്ലേ ഉണ്ടല്ലോ, നമ്മുടെ സമുദായത്തിൽ നടക്കുന്നില്ലേ? 10-18 കൊല്ലം പ്രിയപ്പെട്ട പിതാവെല്ലാ സംരക്ഷണവും കൊടുത്ത് വളർത്തിയ കുഞ്ഞുമോള. ആ മോൾക്ക് വാപ്പ വിവാഹാന്വേഷണം നടത്തുമ്പോഴാണ് മോള് വാപ്പയോട് പറയുന്നത്, വാപ്പ എനിക്ക് അന്വേഷണം നടത്തണ്ട, ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്, 4 കൊല്ലമായി ഞങ്ങൾ പ്രേമത്തിലാണെന്നൊരു മോൾ സ്വന്തം വാപ്പയോട് വിളിച്ചു പറയാ എന്നല്ലേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ആ തെറ്റ് പരസ്യമായി വിളിച്ചു പറയാ. വാപ്പയോട് മകൻ പറയാ, വാപ്പേ ആ പെണ്ണിനെ അല്ലാതെ ഞാൻ കല്യാണം കഴിക്കൂല, ആ പെണ്ണല്ലാതെ വേറൊരു പെണ്ണാണോ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ജീവൻ അവസാനിപ്പിക്കാൻ പോവാൻ. വാപ്പയോട് പറയാ, 6 കൊല്ലമായ പെണ്ണ് എന്നെ പ്രതീക്ഷിച്ചു കഴിയുന്ന പെണ്ണാൻ, അതുകൊണ്ട് അവളെ ഇല്ലാതെ എനിക്ക് വേണ്ട എന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുക. ഞാൻ പറഞ്ഞതിന്റെ ഇത്തരത്തിലുള്ള തിന്മകൾ വ്യാപകമായാൽ താഊനുകൾ നിങ്ങളെ പിടികൂടുന്നതാണ്. താഊൻ എന്ന് പറഞ്ഞാൽ മാരകമായ രോഗങ്ങൾ, പ്രതിവിധിയില്ലാത്ത രോഗങ്ങൾ നിങ്ങളെ പിടിപെടുമെന്ന് ലോകത്തിന്റെ ഒരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്ന മഹാരഥന്മാരുടെ കാലഘട്ടത്തിലില്ലാത്ത സ്വഭാവം, അവരുടെ കാലഘട്ടങ്ങളിൽ ചില ദുരാചാരങ്ങൾ ഈ ഉമ്മത്തിനെ പിടികൂടുന്നു എന്ന് തോന്നിയപ്പോഴാണ് മഹല്ല് ജാഗരണ പ്രവർത്തനത്തിനായവർ ഒരുമിച്ച് ചേരുന്നത്. നേരത്തെയുള്ള സൗഹൃദമാണ്. ആ സൗഹൃദം എന്തെങ്കിലും വാട്സപ്പിലൂടെ എന്തെങ്കിലുമല്ല, ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഉള്ള ഏതെങ്കിലും കുടുംബ ചർച്ചക്കോ അല്ലെങ്കിൽ കേവലമായ എന്തെങ്കിലും ചില വർത്തമാനങ്ങൾക്കോ അല്ല ആയിരുന്നില്ല അവരുടെ സൗഹൃദം ഉപയോഗപ്പെടുത്തിയത്. മഹാനായ എം ബഷീർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, മഹാനായ സി.എച്ച്. ഹൈദറൂസ് ഉസ്താദ് അല്ലാഹുവിന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ, മഹാനായ ഉപമുട്ടി ഹാജി നവ്വറല്ലാഹു മർഖദ, ഈ ഇരിക്കുന്ന 2 മഹാരഥന്മാർ, ഞാനവർ എന്റെ മുമ്പിലുള്ളത് കൊണ്ട് ദുരിതം, ഞാൻ അവരുടെ മുമ്പിലുള്ളത് കൊണ്ട് അവരെ കുറിച്ചൊന്നും ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ ഓരോ മണൽപ്പരിയും കടപ്പെട്ടിരിക്കുന്ന മഹാന്മാരാണിതൊക്കെ. ഈ മഹാന്മാർ ചെറുപ്പത്തിലേ അവർ സൗഹൃദത്തിലായിരുന്നു, വല്ലാത്ത സ്നേഹബന്ധമാണ് അവർ തമ്മിൽ. ചങ്ങാതിമാരെ പോലെ അവർ അങ്ങനെയാണ് പെരുമാറാറുള്ളത്.
മഹാന്മാരായ പണ്ഡിതന്മാരാണ് ബഷീർ ഉസ്താദും സിയത്ത് ഉസ്താദുമെങ്കിലും വാപ്പുട്ടി ഹാജിയും കുഞ്ഞാപ്പു ഹാജിയും സയ്യിദലവി ഹാജിയും ഇവരൊക്കെ നമ്മൾ സാധാരണക്കാരുടെ കൂട്ടത്തിലാണ് കൂട്ടാറുള്ളതെങ്കിലും അവരേറെ ഓതിപ്പടിക്കുമെന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ പണ്ഡിതന്മാരും ഈ ഉമറാക്കളും ഉലമാക്കളും കൂടിയുള്ള ഈ സൗഹൃദം, ആ സൗഹൃദം അവർ ചിന്തിച്ചോ? അവർ ചിന്തിച്ചത് നമുക്കൊരു ക്ലബ് ഉണ്ടാക്കണമെന്നല്ല. ചെറുപ്പക്കാരെ ആലോചിക്കണം. അവർ ചിന്തിച്ചത് നമുക്കെങ്ങനെ നമ്മുടെ കുട്ടികളെ, നാട്ടിലുള്ള കുട്ടികളെ കായികാഭ്യാസം പഠിപ്പിക്കാമെന്നല്ല. അവരാലോചിച്ചത് ഇന്ത്യയുടെ സമുന്നതമായ സ്പോർട്സ് മേഖലയിലേക്ക്, കായിക മേഖലയിലേക്ക് ഇങ്ങനെ ഒരാളെ സംഭാവന ചെയ്യാമെന്നല്ല. പിന്നെ അവർ ചിന്തിച്ചത് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഈ ദുരാചാരങ്ങൾക്കെതിരെ എന്ത് ചെയ്യാനും കഴിയും. കൂടി ആലോചനയായിരുന്നത്. ഞാൻ പറയുന്നത് അവർ ചിന്തിച്ചത് ഈ ദുരാചാരങ്ങൾക്കെതിരെ എങ്ങനെ പോരാടാമെന്ന. നമ്മളും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ നന്മയുടെ സൗഹൃദങ്ങളും കൂട്ടായ്മകളും അല്ലാഹുവിന് വേണ്ടി ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുണ്ടായ മാറ്റത്തിന്റെ ചരിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർ ചെയ്ത എല്ലാ ത്യാഗങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ട് നേരെ ആ മഹാന്മാരിലേക്ക് കടന്നു വരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, അങ്ങനെ ദുരാചാരങ്ങൾ വ്യാപകമായാൽ മാരകമായ പ്രതിവിധിയില്ലാത്ത രോഗങ്ങൾ നിങ്ങളെ പിടികൂടും. പ്രതിവിധിയില്ലാത്ത രോഗങ്ങളാണ്. എന്തൊക്കെ രോഗമാണ് നമ്മൾ കേൾക്കുന്നത്? ഇവിടെ ഞാൻ കേട്ടു ഒരു രോഗത്തെക്കുറിച്ച്. ഒരാളുടെ നെഞ്ചിൽ നിന്നും കവിളിൽ നിന്നും പെട്ടെന്ന് രക്തം വരും. ഒരു 5-10 മിനിറ്റ് ആൾ ബോധരഹിതനായി വീണുപോകും. പിന്നെ ബോധം തെളിയും. മംഗലാപുരത്ത് പോയി, ഇവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല രോഗം. ഡൽഹിയിലേക്ക് രക്തത്തിന്റെ സാമ്പിൾ അടിച്ചു, അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു അപൂർവ രോഗം. രക്തത്തിന്റെ സാമ്പിൾ എടുത്തിട്ട് അവർ അമേരിക്കയിലേക്ക് അയച്ച റിസൾട്ട് കാത്തിരിക്കുകയാണ്. റിസൾട്ട് കാത്തിരിക്കുന്നു. എവിടെ നിന്നായി രക്തം വരുന്നത്, എന്താണ് ഇതിന്റെ കാരണം എന്നറിയാൻ. പ്രതിവിധിയില്ലാത്ത എത്രയെത്ര രോഗങ്ങളാ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വൈദ്യശാസ്ത്ര ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രോഗത്തെക്കുറിച്ചാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. അർഹമുർ-റഹീമീനായ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാ അതിന്റെ കാരണം മുന്നിട്ട് പറഞ്ഞത്. നിന്നകൾ പ്രത്യക്ഷമായി നടക്കുന്നതാ. വലാ നഖസ ഖൗമുൽ മിക്യാന വൽ മീസാന ഇല്ല ബതലാ ബിസ്സനീന വശിദ്ദത്തിൽ മുഅനാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഏതൊരു ജനതയാണോ അളക്കത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് അവർക്ക് ശക്തമായ ക്ഷാമം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഞാൻ സ്റ്റേജിലിരുന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞല്ലോ, ഈ സ്റ്റേജിലുള്ള ഒരു സഹോദരൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാന്യമാണ് ദുആ ചെയ്യണമെന്ന്. മഹാനായ തങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞപ്പോ പറഞ്ഞല്ലോ, വലാ നഖസ ഖൗമുൽ മിക്യാന വൽ മീസാൻ. അളക്കത്തിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ ശക്തമായ സാമ്പത്തിക മാന്യമുണ്ടാകുമെന്ന 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി ഗ്രന്ഥം പറയുകയാ, വമാ മനഅഖും സകാത അംവാലിഹിം. ഏതൊരു ജനതയാണോ സകാത്ത് തടഞ്ഞു വെക്കുന്നത്, ഇല്ലാ മുനിഉൽ ഖതറ മിനസ് സമാ. അവർക്ക് അല്ലാഹു മഴ തടഞ്ഞു വെക്കുന്നതാണ്. ഓരോ കൊല്ലവും വേണ്ട പോലെയുള്ള അളവിലെ മഴ കിട്ടുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലൗലൽ ബഹാഇം ലം യംതറാ. മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ അവർക്ക് വെള്ളം കിട്ടുമായിരുന്നില്ല. മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ അല്ലാഹു മഴ പെയ്യിപ്പിച്ചു കൊടുക്കുമായിരുന്നില്ല. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ശക്തമായ ക്ഷാമം അനുഭവപ്പെട്ടു. മഴയില്ലാത്ത ക്ഷാമം, കൃഷിയെല്ലാം മുടങ്ങിപ്പോവുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ വിളിച്ചിട്ട് പറഞ്ഞു, സമൂഹമേ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യാം. എല്ലാവരും നാളെ നോമ്പനുഷ്ഠിക്കണം. എന്നിട്ട് എല്ലാവരും വരണം. വിശാലമായ മൈതാനിയിൽ പോയി നമുക്ക് അല്ലാഹുവിനോട് കുത്തിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം.
എല്ലാവരും സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ പോലെ റെഡിയായി വന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അവരെയുമായി ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്ന് സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, സമൂഹമേ വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ, ഇപ്പോൾ മഴ പെയ്യും. ആളുകൾ ചോദിച്ചു, സുലൈമാൻ നബി, നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു മഴ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നമ്മുടെ ദുആയില്ല, നമ്മൾ ദുആ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടല്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ഉറുമ്പ് അതിന്റെ 2 കൈകളും ഇപ്പോൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തിട്ടേയുള്ള അല്ലാഹ്, മനുഷ്യർ ചെയ്യുന്ന ദോഷം കാരണം റബ്ബേ ഞങ്ങൾക്ക് നീ മഴ തടഞ്ഞു വെക്കല്ലേ എന്ന് ഈ ഉറുമ്പ് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. മഴ തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഹദീസൊക്കെ പറയുമ്പോഴും മഴ പെയ്യുന്നുണ്ടല്ലോ. ഈ മഴകൾ നമ്മുടെ ഗുണം കൊണ്ടാവുകയില്ല. ഞാൻ പറയുന്നത്, വീട്ടിലേക്ക് കയറി പോകുമ്പോൾ സലാം ചെല്ലണേ എന്ന് പഠിപ്പിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കണ്ടുകെട്ടി ചെല്ലുന്ന ഒരു സമുദായത്തിൽ അല്ലാഹു മഴ പെയ്യിപ്പിച്ചു കൊടുക്കുകയോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കരളിന്റെ കട്ടം പോലെയുള്ള പൊന്നമോല പറിച്ചു തന്ന പിതാവിനും അസ്സലാമു അലൈക്കും ഉപ്പാ, നിങ്ങളെ പൊന്നമോളെ നിങ്ങൾ എനിക്ക് തന്നതിന്റെ പകരം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ, എന്നല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയാൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അഭിവാദ്യത്തിന് പകരം ബബിൾ സ്പ്രേ പകരം വെക്കുന്ന ഒരു ഉമ്മത്തിന് അല്ലാഹു അങ്ങനെ മഴ പെയ്യിപ്പിച്ചു തരാനാ ഞാൻ പറയുന്നത്. വലൗലൽ ബഹായിം, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം പോലും ആകാശത്ത് നിന്ന് അല്ലാഹു ഇറക്കി തരുമായിരുന്നില്ല എന്ന ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത്, തിന്മകൾ ഭൂമിയിൽ വ്യാപകമാകുമ്പോൾ അല്ലാഹു അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തിന്മകൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് ഭൂമിക്ക് നാശമാണ്. ഈ തിന്മകൾ ഭൂമിയിൽ വ്യാപിക്കുമ്പോൾ അത് തടയാൻ അല്ലാഹു പ്രവാചകന്മാർ നിയോഗിച്ചത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതും അതിന് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വന്ന കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതി വെച്ചത് ഡാർക്ക് ഏജ് എന്നാണ്. ഇരുണ്ട യുഗം, ഒരു നന്മയുമില്ലാത്ത യുഗമെന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആ കാലഘട്ടത്തിൽ കടന്നു വന്ന് വെളിച്ചം പരത്തിയിട്ട് പറഞ്ഞു, യാ അള്ളാഹുവിന്റെ ഹബീബ്, ഇനി എന്റെ കാലശേഷം പ്രവാചകന്മാരെ കടന്നു വരാനില്ല. ഈ ദൗത്യം നിർവഹിക്കേണ്ടത് നിങ്ങളാണ്. ഓരോ കാലഘട്ടത്തിലും തിന്മ വർദ്ധിക്കുമ്പോൾ ആ തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്റെ സമുദായത്തിൽപ്പെട്ട നിങ്ങളാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് 2 വിഭാഗം ആളുകളെ പ്രത്യേകം ഏൽപ്പിക്കുകയാണ്. ആരാണ് ആ 2 വിഭാഗം? സിംഹാനി ഇന്നമ്മതീ, എന്റെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ. ഇദാ സ്വലഹ സ്വലഹ الناس كلهم واذا فسد فسد الناس كلهم. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംരക്ഷണത്തിന്റെ ഉമ്മത്തിനെ സംരക്ഷിക്കേണ്ടതിന്റെ ചുമതല 2 വിഭാഗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാകണമെന്ന ഖുർആൻ പറഞ്ഞത്. ആരാണ് ആ വിഭാഗം? പ്രധാനമായും റസൂലുള്ള പഠിപ്പിക്കുന്നത് 2 വിഭാഗം. ആരാ? സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗം. ഹദീസിന്റെ അവസാനം റസൂലുള്ള പറയുന്നത് അൽ ഉലമാ വൽ ഉമറാ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരാണ്, എന്റെ സമുദായത്തിലെ ഉമറാക്കളാണ്, എന്റെ സമുദായത്തിലെ നേതാക്കളാ. എന്റെ സമൂഹത്തെ തിന്മയിൽ നിന്ന് തടഞ്ഞു വെക്കേണ്ടത് എന്ന 14 നൂറ്റാണ്ട് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിഭാഗത്തെ ആ പുണ്യനബി ഏൽപ്പിച്ചത്. ഒന്ന് പണ്ഡിതന്മാരെയാണ് റസൂലുള്ള പറഞ്ഞല്ലോ, ഉലമാ ഉമ്മത്തി കഅംബിയായി ബനീ ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനീ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യമാണെന്നാണ്. അപ്പൊ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു പോരാ, ഉമറാക്കളെയും ഏൽപ്പിച്ചു. സമൂഹത്തിലെ നേതാക്കളായ ഒരു നാട്ടിൽ കാര്യപ്പെട്ട ആൾ, അതാണ് ഉമറാ എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ ആ കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കുന്ന ആ നാടിന്റെ നേതാവാണ്. ഓരോ പ്രദേശത്തും അങ്ങനെ ആളുകളുണ്ടാകുമല്ലോ, ഓരോ മഹല്ലിലും അങ്ങനെയുള്ള ആളുകളുണ്ടാകും. അൽ ഉമറാ,
അവരാണ് നാട്ടിന്റെ ഉമറാക്കൾ. ഈ രണ്ട് വിഭാഗത്തെയാണ് അല്ലാഹു ചുമതലപ്പെടുത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നതിന്റെ മുമ്പിലിരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളും നിങ്ങളുടെ മഹല്ലത്തിൽ വളരെ കാര്യമായി വേണ്ടപ്പെട്ട ആളുകളായിരിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെയാണ് നമ്മുടെ മഹാനായ സയ്യിദ് ഉസ്താദും വാപ്പുട്ടി ഹാജിയും നമുക്ക് മാതൃകയാവേണ്ടത്. ഞാൻ പറഞ്ഞല്ല നേരത്തെ, സമൂഹത്തിൽ മഹല്ലുകളിൽ പടർന്നു പിടിക്കുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും കണ്ടപ്പോഴാണ് ഈ പണ്ഡിത സംഘവും അതേപോലെ ഈ ഉമറാക്കളുടെ സംഘവും തമ്മിലുള്ള സൗഹൃദത്തിൽ അത് ചർച്ചയായത്. മഹാന്റെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ പല അഖീഖതങ്ങളുടെയും സമുന്നതമായ പദവി വഹിക്കുന്ന ആളുകളായിരുന്നവരെല്ലാം മഹാനായ എം ബഷീർ ഉസ്താദ്, അല്ലാഹുവേ ആ മഹാന്റെ ഖബറിടം നീ വെളിച്ചമാക്കണയല്ല. മഹാനവർകളുടെ പിതാവ് പോലും ഒരു പുത്തനാശയും ചിന്തയുള്ള ആളായിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ സത്യത്തിന്റെ വഴിയിലായി, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലായി അടിയുറച്ചു നിന്നുവെന്ന് മാത്രമല്ല, തന്റെ ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ച മഹാനാ. ഈ പറയുന്ന ആളുകളെല്ലാം വല്ലാതെ സൗഹൃദമായിരുന്നവർ തമ്മിൽ. മഹാനായ ബഷീർ ഉസ്താദ് അന്നിവിടെ 10-12 ക്ലാസ്സുള്ള സമയത്ത് തന്നെ അന്ന് പറയാറുള്ളത്, ഇതൊരു യൂണിവേഴ്സിറ്റിയായി മാറും. ഈ നാടിന്റെ വെളിയിൽ നിന്ന് കുട്ടികൾ വരും ഇവിടെ പഠിക്കാൻ. എന്റെ അടിമ എനിക്ക് വേണ്ടി ജീവിച്ചാൽ അയാൾ എന്തെന്നോട് ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞതാ. അല്ലാഹു ഇട്ടപ്പെട്ട ആളായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന എത്രയോ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ മുമ്പിൽ വിട്ടേച്ചാണ് ആ മഹാൻ കടന്നുപോയത്. നമ്മുടെ ഓരം ചേർന്ന് കിടക്കുന്നുണ്ട്. അർഹമുർ-റാഹിമീനായ അല്ലാഹ്, രാജാതിരാജനായ റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദ് പറഞ്ഞത് ആൾ എന്നാണ്. ആ ആൾ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാൻ. ആൾ ഇന്ത്യ ലെവലിലേക്ക്, പിന്നെ ലോകം മുഴുക്കയും അല്ലാഹുവിന്റെ പ്രബോധകരെ എത്തിക്കുക. ഹുദായുടെ ലക്ഷ്യവും അങ്ങനെയാണല്ലോ. SMF ഉണ്ടാക്കുമ്പോഴാണ് തങ്ങൾ മഹാ പറഞ്ഞത്, ഇങ്ങനെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ഒന്നിച്ചിരിക്കാനൊരു ഒരു മേഖല വേണോ എന്ന് ചോദിച്ചപ്പോ ആൾ വേണം. ആ ആൾ ആ SMF-ന്റേതാണല്ലോ. SMF-ന്റെ സീമന്ത പുത്രനാണല്ലോ ദാൽഹുദ. ആ ദാൽഹുദയാണല്ലോ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്നത്, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ ഒരുങ്ങുന്നതും അല്ലാഹുവേ, റഹ്മർ-റാഹിമീനായ അല്ലാഹ്, ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. അങ്ങനെ വാപ്പുസ്താദ് അവിടുന്ന് ദുആ ചെയ്ത് പറഞ്ഞയച്ചു. പിന്നെയും അവർ ഈ സൗഹൃദങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കണമല്ലോ. എന്തു കാര്യം ചെയ്യാനും ഒരു ഫണ്ട് വേണമല്ലോ. അതുകൊണ്ട് ഫണ്ട് സ്വരൂപിക്കാനായി നമുക്ക് ഫണ്ട് ഉദ്ഘാടനം ചെയ്യാം. ഈ സൗഹൃദത്തിൽ ചർച്ചയായി അവരാലോചിച്ച് എവിടുന്ന ഫണ്ട് ഉദ്ഘാടനം. അപ്പൊ പറഞ്ഞു മമ്പുറത്ത് വെച്ചാക്കാം. മമ്പുറത്ത് വെച്ച് ഫണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. മഹാനായ ചാപ്പനങ്ങാടിയെ കൊണ്ട് അവരെ കൊണ്ട് ഫണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ആ മമ്പുറത്ത് നിന്ന് ഫണ്ട് ഉദ്ഘാടനം ചെയ്ത് ഇനി നമുക്ക് ഫണ്ട് ശേഖരിക്കാൻ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോഴാ ആദ്യം ആരെയാണ് സമീപിക്കേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോഴാണ് മുമ്പിലൂടെ അവർ നിൽക്കുന്നതിന് മുമ്പിലൂടെ ആദം ഹാജി എന്ന് പറയുന്ന ആൾ പോകുന്നത്. ആ ഹജ്ജത്തെ കളക്ഷൻ തന്നെ വാങ്ങുന്നത് ആദം ഹാജിയിൽ നിന്നാണ്. ആ മമ്പുറത്തിന്റെ നേതൃത്വത്തിലാണ് SMF-ന് വേണ്ടി ആമുഖമായി ദാൽഹുദായുടെ ജന്മമുണ്ടാകുമ്പോ ചാപ്പരങ്ങാട് വാപ്പുസ്താദ് ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ മഹാനിതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നവോ. അല്ലാഹുവിന്റെ ആരിഫ്യങ്ങൾക്ക് ചില കൽബുണ്ടല്ലോ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറമാല യറാഹുന്നാദിറൂന. അവരുടെ കണ്ണുകൊണ്ട്, അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ
നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തത് പോലും അവർ ഹൃദയം കൊണ്ട് നോക്കിയാൽ കാണുമായിരുന്നു. അങ്ങനെയുള്ള ചില മഹാന്മാർ, ആ മഹാന്മാരിൽപ്പെട്ടയാളായിരുന്നല്ല ചാപ്പരങ്ങാട് കാപ്പൂസ്താദ്. ആ മഹാൻ ദീർഘവീക്ഷണം ചെയ്തതാണോ അല്ലാഹുവലം പറയാനും കഴിയില്ല. ഏതായാലും അതാ SMFന്റെ പ്രവർത്തനങ്ങൾ സജീവമായി മഹല്ലുകളിൽ സജീവമായി നടക്കുകയാണ്. അങ്ങനെയാണല്ലോ ഏകദേശം 10-12 കൊല്ലം കഴിയുമ്പോഴേ SMFന്റെ പ്രവർത്തനം സജീവമാക്കാൻ മഹല്ലുകളൊക്കെ സജീവമായി. മഹല്ലുകളിൽ നിന്ന് ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദങ്ങൾ മുഴങ്ങി തുടങ്ങി. ഉലമാക്കളും ഉമറാക്കളും ഒരേ വേദിയിൽ ഒരുമിച്ചിരുന്നപ്പോ മഹല്ലുകളിൽ നിന്ന് തിന്മകൾ വിഭാടനം ചെയ്തു തുടങ്ങി. മഹല്ല് പ്രവർത്തനം സജീവമായി. SMFന്റെ പ്രവർത്തനം സജീവമായപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിൽ മാത്രം പോരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം നമുക്ക് വേണമെന്ന് ഇവർ ആലോചിക്കുന്നത്. അങ്ങനെയാണ് ദാൽഹുദായ ഇസ്ലാമിക് അക്കാദമിക്ക് ജന്മം നൽകുന്നത്. ഞാൻ ദാൽഹുദായെ കുറിച്ച് പറയാറില്ല, ഈ മഹാന്മാരുടെ പ്രവർത്തന മേഖലയെ കുറിച്ച് പറയാനാ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഒറ്റ മേഖല മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് വിഷയത്തിൽ. ഏതാണ് ആ മേഖല? ഈ 2 മഹാന്മാരും, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന 2 മഹാന്മാരും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ച ആളുകളാണ് എന്ന് കണ്ടെത്താൻ കഴിയും. 2 മഹാന്മാർ ഇവരെല്ലാവരും ഇവരുടെ സൗഹൃദത്തിൽ ഇവരുടെ തന്നെ ലക്ഷ്യമതായിരുന്നു എന്ന് കാണാൻ കഴിയും. എന്തിനേറെ SMF ഉണ്ടാക്കിയ സമയത്ത് പോലും ഇവർ തീരുമാനിച്ചത് പ്രസിഡന്റ് ഒരു ആലിമാവുക, സെക്രട്ടറി ഒരു ഉമറാക്കളിൽ ഒരാളാവുക, സെക്രട്ടറി ഉമറാക്കളിൽ ഒരാളും പ്രസിഡന്റ് പണ്ഡിതന്മാരിൽ ഒരാളുമാവുക. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പണ്ഡിതന്മാരും ഉമറാക്കളും ഒന്നിച്ചാൽ എന്റെ സമുദായം നന്നാവുന്നല്ലോ. ഇതിന്റെ രീതി പോലും അങ്ങനെയാണ്, പ്രവർത്തന രീതി പോലും അങ്ങനെയാണ്. നമ്മൾ മഹാനായ സയ്യിദ് ഉസ്താദ് അല്ലാഹു ബർക്കത അതേപോലെ ബാപ്പുട്ടി ഹാജി 2 പേരും ഈ SMFന്റെ സമുന്നതമായ നേതൃസ്ഥാനത്ത് നിന്നവരാണ്. എന്നിട്ട് എങ്ങനെയാണ് അവർ സമൂഹത്തെ സമുദ്ധരിക്കാൻ അവർ ചെയ്ത പണിയെന്താ? അവർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തി. എന്റെ ഉമ്മത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകൾ, ഇതാ ആ 2 വിഭാഗം നന്നായാൽ തന്നെ എന്റെ സമുദായം നന്നാവും. അള്ളാന്റെ ഹബീബ് പറഞ്ഞത് നന്നാക്കിയാലെന്നല്ല. പണ്ഡിതന്മാർക്കും മാതൃകയുണ്ട്. സയ്യിദ് ഉസ്താദിൽ, ഞാനടക്കമുള്ള ഉസ്താദുമാർക്ക് മാതൃകയുണ്ട് സയ്യിദ് ഉസ്താദിൽ. അതേപോലെ മഹല്ല് ഭരിക്കുന്ന ഭരണകർത്താക്കളായ ഉമറാക്കളെ നിങ്ങൾക്ക് മാതൃകയുണ്ട്. മഹാനായ ബാപ്പുട്ടി ഹാജി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മാതൃക എന്ത് എന്ന് ചർച്ച ചെയ്യാനും പിൻപറ്റാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പണ്ഡിതന്മാർക്ക് മാതൃകയുണ്ട്. മഹാനായ സയ്യിദ് ഉസ്താദിൽ. എന്താ സയ്യിദ് ഉസ്താദിലുള്ള മാതൃക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനനുസരിച്ച് ചിട്ടയാർന്ന ജീവിതം നയിച്ച മഹാനാണ് സയ്യിദ് ഉസ്താദ് അവർകൾ. ജീവിതം കൊണ്ടാണ് സമൂഹത്തെ അവർ മാറ്റിമറിക്കാൻ ശ്രമിച്ചത്. ആദ്യം സ്വയം ജീവിതം അവർ ചിട്ടപ്പെടുത്തി നിഷ്കളങ്കമായി. അങ്ങനെയല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത്. ഖുർആന്റെ ആശയം അങ്ങനെ തന്നെയാണല്ലോ. എന്താ ഖുർആൻ പറഞ്ഞത്? ലിമ തഖൂലാന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രാവർത്തികമാക്കാത്തത് നിങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞാൽ പറയുന്നത് എന്തിനാണ്? അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പലരും ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടെ ഉപദേശം സമൂഹത്തിൽ ഫലം ചെയ്യണോ? ഉപദേശിക്കുന്നവൻ ആദ്യം ആ ഉപദേശം സ്വീകരിച്ചവനാവണം, വാഇല മുത്തഇലാവണം എന്ന് പറയാറുണ്ട്. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നുണ്ട്. സമൂഹമേ, നിങ്ങൾ സമൂഹത്തെ ഉപദേശിക്കുമ്പോ നിങ്ങൾ ആദ്യം അത് ഉൾക്കൊണ്ടവരാവണേ. മഹാനായ സയ്യിദ് ഉസ്താദ് ഒരു പണ്ഡിതന്റെ മുമ്പിൽ, ആധുനിക ആലിമീങ്ങളുടെ മുമ്പിൽ എന്ന് പറഞ്ഞവരിൽ ഏറ്റവും പരമപ്രധാന വിഭാഗമായ ആലിമീങ്ങൾക്ക് മാതൃകയാകുന്നത് എവിടെയാണ്? എല്ലാം തന്റെ ജീവിതത്തിൽ പകർത്തിയത് മാത്രമേ ആ മഹാമനുഷ്യൻ തന്റെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള, ആരോടും പറഞ്ഞിട്ടുള്ള. മാത്രമല്ല, ഒരാളുടെ വിജയത്തിന്റെ അടിസ്ഥാനം എവിടെയാ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂക്ഷ്മതയോടെ ജീവിച്ച ആളുകൾക്കാണ് പര്യവസാനം വിജയമുണ്ടാകുന്നത്.
ഒരാളുടെ വിജയത്തിന്റെ അടിത്തറ തഖ്വയാ. തഖ്വയുള്ള ഒരു സമൂഹത്തെയാണ് നിങ്ങൾ വാർത്തെടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു നോമ്പ് ഇതിനാണല്ലോ. നോമ്പിനെ കുറിച്ച് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ എന്താ? ലഅല്ലകും തത്തഖൂൻ. ആയത്ത് നിങ്ങൾക്കൊക്കെ റമദാനാകും എല്ലാവരും കേട്ട് പഠിച്ചിട്ടുണ്ടാവും. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുവാനാണ് ഞാൻ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയത്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ തഖ്വയുടെ ഏറ്റവും സമുന്നതമായ മേഖല എന്താ? അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം ഒരു കാര്യം ഒഴിവാക്കുക. ആ കാര്യം ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് ഞാൻ ചെയ്താൽ അത് മുഖേന തെറ്റുവരാൻ സാധ്യതയുണ്ടോ എന്ന് പേടിച്ചിട്ട് തെറ്റായ കാര്യം ഒഴിവാക്കുക. സത്യത്തിൽ നോമ്പിന് നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്താ നോമ്പിനെ ശ്രദ്ധിക്കാം? നോമ്പ് തുറക്കണ സമയം നമ്മൾ ശ്രദ്ധിക്കും അല്ലേ? 6:56 അയാളെ വാച്ചിൽ 6:56 എന്നാലും അയാൾ മറ്റൊരാളോട് ചോദിക്കും 6:56 അയാൾ പറഞ്ഞു 6:56. അപ്പൊ അയാൾ പറയും എന്നാലും ബാങ്ക് കൊടുക്കട്ടെ. ഇതൊരു സൂക്ഷ്മതയാണ്. ഇതുപോലെ നിങ്ങൾ അല്ലാഹുവിന്റെ ഹലാലിലും ഹറാമിലും സൂക്ഷ്മത പാലിക്കണേ. മഹാനായ സയ്യിദ് സാദ് സൂക്ഷ്മതയുടെ അങ്ങേയറ്റമായിരുന്നുവെന്ന് ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഇടയിൽ തന്നെ ഈ മഹാന്മാർ ജീവിച്ചു പോയതുകൊണ്ട് അവരെ കുറിച്ച് തന്നെ നമ്മൾ അനുഭവം പറയേണ്ടി വരുമല്ല. നമ്മളുമായി പല ബന്ധപ്പെട്ട ആളുകളും ഇവരുമായുള്ള അനുഭവത്തിന്റെ കരുത്തയിലേക്ക് കടന്നവരും. മഹാനായ സയ്യിദ് സാദ് മഹാനവരുടെ വീട്ടിൽ ഒരു ദിവസം ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ കോഴിക്കറിയാണ് ഭാര്യ കൊണ്ടുപോയി കൊടുത്തത്. കോഴിയുടെ കറി ഭാര്യയോട് ചോദിച്ചു, ഇവിടുന്ന കണ്ണുസാന്റെ സ്വഭാവമാണ്, എന്ത് കിട്ടിയാലും ചോദിക്കും ഇവിടുന്നാൻ. ഭാര്യ പറഞ്ഞു, ഇത് വീട്ടിലെ കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്നൊരാളൊരു കോഴിയെ കൊണ്ടുവന്നു തന്നിരുന്നു. ആ കോഴിയെ അറുത്ത് കറി വെച്ചതാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അത് കുട്ടികൾക്ക് കൊണ്ടുവന്നു തന്നതല്ലേ, ഞാൻ കുട്ടിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് കഴിക്കില്ല, ഞാനത് കഴിക്കില്ല, എനിക്ക് ഹലാലാവൂല. കണ്ണാൽ കുട്ടികൾക്കെന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാ, എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു പക്ഷെ കോഴിക്കറി കൂട്ടാതിരുന്ന മഹാനായ സയ്യിദ് സാദ് സൂക്ഷ്മയുടെ ആയമെന്ന് പരിശോധിച്ചു നോക്ക് നിങ്ങൾ. കണ്ണത്ത് സാദിന്റെ ജീവിതത്തെ കാണാൻ കഴിയും. അങ്ങനെ കാസർഗോഡ് തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വയലിന് പോയപ്പോ മഹാനായ ഉസ്താദർക്ക് ഭക്ഷണം കൊടുത്ത വീട്ടുകാരനെ കണ്ടിരുന്നു. ആ വീട്ടിലെ ആളുടെ പെങ്ങളുടെ കുട്ടി. അയാൾ പറഞ്ഞു, എന്റെ കാരണം എന്റെ വീട്ടിൽ നിന്നായിരുന്നു മഞ്ഞത്ത് ഉസ്താദിന് എല്ലാ ദിവസവും നാസ്ത കൊടുക്കാറുള്ളത്. മഹാനവകൾ ഒരു ദിവസം പറഞ്ഞത്രേ, നാസ്ത തരുന്ന വീട്ടുകാരനോടൊന്നും ഇവിടെ വരാൻ പറയണം. നാസ്ത കൊടുക്കുന്ന വീട്ടുകാരൻ അയാൾ സെക്രട്ടറി പള്ളിന്റെ അയാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു, നിങ്ങളെ വീട്ടിൽ നിന്നാണോ നാസ്ത? അതെ, എന്റെ വീട്ടിൽ നിന്നാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നാസ്തക്ക് കറി വരാറുണ്ടല്ലോ, എല്ലുള്ള കറി, മാംസമുള്ള കറിയാണല്ലോ വരാറുള്ളത്, കുട്ടിന്റെ കറിയാണല്ലോ വരാറുള്ളത്. കുട്ട് എന്ന് പറയുമ്പോട്ട് ഞാൻ നിങ്ങളെ വിളിച്ചത്, നിങ്ങൾ മാംസത്തിന് പൈസ കൊടുക്കുമ്പോ കച്ചവടക്കാരൻ എല്ലടക്കം തരുന്നതാണോ അതോ എല്ലടക്കമുള്ള മാംസമാണോ നിങ്ങൾ വാങ്ങാറുള്ളത്? നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത കാര്യമാണുള്ളത്. ഇയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ എല്ലുള്ള മാംസം തന്നെ വാങ്ങുന്നതാണ്, ടേസ്റ്റ് കൂടുതലതാണല്ലോ എന്ന് കരുതി. അപ്പൊ പറഞ്ഞു, അതറിയാൻ വിളിച്ചതാണ് ഞാൻ. നിങ്ങളെ ഇറച്ചിക്ക് പൈസ കൊടുത്തിട്ട് അയാൾ എല്ല് തരാണെങ്കിൽ നിങ്ങളുടെ ബൈക്ക് ശരിയാവൂല, അപ്പൊ ഞാൻ ചെന്നത് ഹലാലാവൂല. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റതായിരുന്നുവെങ്കിൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റിന്റെ കോല ഞാൻ പറയുന്നത്. സമസ്തയുടെ വൈസ് പ്രസിഡന്റിന്റെ കോല. മഹാനായ ഉസ്താദ് കുളിക്കാൻ ഒരുങ്ങിയപ്പോരിക്കെ ഉസ്താദ് സോപ്പ് ചോദിച്ചു ഭാര്യയോട്. ഭാര്യ സോപ്പ് കൊണ്ടുപോയി കൊടുത്തു. സോപ്പ് കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനായ ഉസ്താദ് അവരുടെ മകളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന സോപ്പ. ആ സോപ്പ് അവർ കൊണ്ടുവന്നു, എല്ലാവർക്കും ഉപയോഗിക്കാനായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ഉദ്ദേശമുണ്ടോ എന്നറിയില്ല. അപ്പൊ ഈ പുതിയ സോപ്പ് കൊണ്ടുപോയി കൊടുത്തപ്പോ ചോദിച്ചു, സോപ്പ് വിടുന്ന? അപ്പൊ പറഞ്ഞു, അത് നമ്മുടെ മകളുടെ ഭർത്താവ് കൊണ്ടുവന്നതാ. അപ്പൊ ചോദിച്ചു, എനിക്കും നിനക്കൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നോ അതോ അവരുടെ ഭാര്യയായ നമ്മുടെ മകൾക്ക് മാത്രം ഉപയോഗിക്കാനാണോ പറഞ്ഞത്?
അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു, എന്നാ എനിക്ക് വേണ്ട, എന്നാൽ എനിക്ക് വേണ്ട. ഞാനിതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സമ്മതമുണ്ടോ ഇല്ലേ എന്നറിയാതെ ഞാൻ ആ സോപ്പ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിച്ച സൂക്ഷ്മയുടെ ആയം എത്രയായിരുന്നുവെന്ന് ചിന്തിച്ചുമോ? എന്റെ സിയത്താദ് ജനഹൃദയങ്ങളിൽ നിന്നും ജീവിക്കാൻ കാരണം അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നത് അല്ലാഹുവിനോടൊപ്പം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരുപാട് ഉദ്ധരികൾ അതിന്റെ തെളിവുകളായി ഉദ്ധരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനവറുകളുടെ സൂക്ഷ്മമായ ജീവിതത്തെ കുറിച്ചാണ്. സൂക്ഷ്മമായി ജീവിച്ചു ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് മാതൃകയാണ് മഹാനവറുകൾ. സൂക്ഷ്മതയുടെ കാര്യത്തിൽ അതേപോലെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്ഷരം പ്രതി ഇത്തിബാ ചെയ്തു. പുണ്യനബിയെ പിൻപറ്റുന്നതിൽ, അക്ഷരം പ്രതി പിൻപറ്റുന്നതിൽ വല്ലാത്ത ശുഷ്കാന്തി കാണിച്ച ആളാ മഹാനായ സയ്യിദ് ഉസ്താദ്. എന്തുകൊണ്ടാ നമ്മളൊക്കെ വയത് പറഞ്ഞിട്ട് സമൂഹത്തിൽ മാറ്റമുണ്ടാകാത്തത്? എന്റെ മഹല്ലുകളിൽ നിരന്തരമായ ഉപദേശങ്ങൾ, വയതിന് വല്ല കുറവുണ്ടോ? എന്നെ പോലെയുള്ള പണ്ഡിതന്മാരെ ചിന്തിക്കേണ്ടതാണ്, എന്നെ പോലെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ്, മഹല്ലിന്റെ ചുമതലയുള്ള ആളുകൾ. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. അമലില്ലാത്ത എന്നെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറയാൻ. എന്റെ സമൂഹത്തിൽ ഫലം ചെയ്യാതെ പോകുന്നത് പറയുന്നത് ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിതത്തിൽ പരിപൂർണമായി ഇത്തിബാ ചെയ്തു. എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ദാൽഹുദായുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പോഴും മറന്നുപോയിട്ടില്ല. ഈ ഉസ്താദിനെ ഓർക്കുമ്പോ എനിക്ക് ഈ കാർ പോർച്ച് ഓർമ്മ വരാറുണ്ട്. ഈ ബിൽഡിങ്ങിലൂടെ വെളിയിലേക്ക് പോകാനുള്ള പാസേജ് ആ കാലത്ത് കാർ പോർച്ചായിട്ട് ഉപയോഗിച്ചിരുന്നു. മഹാനായ ബാപ്പുട്ടി ഹാജിയുടെ ഒക്കെ വണ്ടി ഇവിടെയായിരുന്നു നിർത്തിയിടാറുണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നു 2ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുമ്പോഴാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിങ്ങനെ വരുന്നു. ഈ ഉസ്താദ് അവർകൾ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. അപ്പൊ ഉസ്താദിനെ കണ്ടപാടെ ഞാൻ അങ്ങോട്ട് മാറിയപാട് എന്നെ വിളിച്ചിട്ട് എനിക്ക് സലാം ചൊല്ലിയിട്ട് എന്നോട് ചോദിച്ചു, മോനെ നീ എന്താ പഠിച്ചത്? എത്രല്ല പഠിക്കാൻ? ഞാൻ പറഞ്ഞു 2ലാണ്. സലാമിന്റെ ബാബു നീ പഠിച്ചിട്ടില്ലേ? 1ാം ക്ലാസ്സിൽ സലാം ചെല്ലണമെന്ന് പഠിച്ചിട്ടില്ലേ? സലാം ചെല്ലേണ്ടത് ആർക്കാണ്? ചെറിയവർ വലിയവർക്ക് സലാം ചെല്ലണ്ടേ? മോൻ ഇനി സലാം ചെല്ലണേ എന്ന് പറഞ്ഞു എന്നെ ഉപദേശിച്ചു വിട്ടു. ഞാൻ ഓർത്തുപോയി മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനവറുകൾ പറയാൻ, പുണ്യനബി കുഞ്ഞുമക്കൾ കളിക്കുന്ന തെരപ്പിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കുട്ടികൾക്ക് സലാം ചൊല്ലുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് കുട്ടികൾക്ക് സലാം ചൊല്ലുമായിരുന്നു. ഇത്തിബായുള്ള അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും പിൻപറ്റുന്നതിലും എത്രമാത്രം കണിശത പാലിച്ചിരുന്നവരാ. ഇതേപോലെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി പോകുമ്പോഴാ ഈ ഉസ്താദ് രാത്രി എപ്പോഴോ പരിപാടി കഴിഞ്ഞു വന്ന് കടന്നോ. സുബഹിക്കും പള്ളിയിൽ ഉണ്ടായിരുന്നു. സുബഹി നിസ്കരിച്ച് കിർക്കൊക്കെ വീർത്തുകളെല്ലാം ഔറാദുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണെന്ന് തോന്നുന്നു. ഒരു 10 മണി 10:30 മണിയാകും. ഒരു 10-10:30 ഇടയ്ക്കാണ് ആ സംഭവം. ഉസ്താദ് എഴുന്നേറ്റിട്ട് ദുഹാ നിസ്കരിക്കാനാണെന്ന് തോന്നുന്നു. അന്ന് ഇരുന്ന് ഉദു ചെയ്യുന്ന സ്ഥലമാണ്. ഉദു എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഉദു എടുത്ത് പള്ളിയിലേക്ക് കയറും. ഉസ്താദ് ഉദു എടുക്കാൻ നിൽക്കുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഉസ്താദ് ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണ്. ഉദു ചെയ്യാൻ പോവുകയാണ്. സദാസമയം ഉദു നിലനിർത്തിയിരുന്ന ആളായിരുന്നു മഹാനായ സയ്യിദ് ഉസ്താദ് അവர்கள். ഒരു മുഅ്മിനിന്റെ അടയാളമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും മഹാനായ സയ്യിദ് ഉസ്താദിനെ ഞാൻ ശ്രദ്ധിച്ചു ഉദു ചെയ്യാൻ. മഹാനവറുകളുടെ കയ്യിൽ ബ്രഷില്ല, മിസ്വാക്കില്ല. മഹാനവറുകൾ തന്റെ തലപ്പാവിന്റെ ഈ തലയഴിച്ചു. തലപ്പാവിന്റെ തലയഴിച്ചിട്ട് ആ തലപ്പാവിന്റെ ലാസ്റ്റ് ഭാഗം തന്റെ വിരലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഹൗലിൽ നിന്ന് 2 മുൻകൈയും കഴുകിയതിന് ശേഷം ഇതിങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് മിസ്വാക്ക് ചെയ്യുന്നുണ്ട്. മിസ്വാക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അത് വെള്ളമെടുത്ത് കഴുകിയിട്ട് അതേപോലെ തലപ്പാവ് വീണ്ടും കിട്ടി.
എന്റെ ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെട്ടു പോകരുത്. ബ്രഷ് എടുത്തിട്ടില്ല, മിസ്വാക്ക് എടുത്തിട്ടില്ല, പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടാൻ പാടില്ല. കൈകൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് കിട്ടില്ല എന്നാണല്ലോ ശാഫിഈ മദ്ഹബിലെ പ്രബലാഭിപ്രായം. അതാണല്ലോ. അതുകൊണ്ട് മഹാനവറുകൾ തന്റെ തലപ്പാവിന്റെ തല കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് മഹാനവറുകൾ മിസ്വാക്ക് ചെയ്തത് സുന്നത്തിൽ എത്രമാത്രം കണിശത പാലിച്ചിരുന്ന മഹാനാ സാധവറുകൾ. എന്തുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനത്തിന് ഇത്രമാത്രം സ്വീകാര്യത ലഭിച്ചത്? അവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളായിരുന്നു. പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളാണ്. മാത്രമല്ല വീട്ടിൽ വെച്ച് നഖം മുറിക്കാനോ കുഞ്ഞുമക്കളെ പരിശീലിപ്പിക്കുവാ രസം. ഒരുപാട് തിരക്കുകൾക്കിടയിലും തന്റെ കുടുംബത്തെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ചിട്ടയും പുണ്യനബിയുടെ സുന്നത്തും പഠിപ്പിക്കാൻ സമയം കണ്ടെത്തി. താൻ വീട്ടിൽ നിന്ന് നഖം മുറിക്കാതിരുന്നാൽ കുഞ്ഞുമക്കളുണ്ടാകും, പേരക്കുട്ടികൾ, പെൺമക്കളുടെ മക്കളുണ്ടാകും, ആൺമക്കളുടെ മക്കളുണ്ടാകും. നഖങ്ങനെ മുറിക്കുമ്പോ ഓരോ നഖവും ഓരോ കുട്ടിയെടുത്തിട്ട് മക്കളോട് പറയും, മക്കളെ കൊണ്ടുപോയി കുഴിച്ചു മൂടണേ. ഒരു പ്രായത്തില് റിമോട്ട് ഉപയോഗിക്കാനില്ല, കുഞ്ഞുമക്കളെ റിമോട്ട് ഉപയോഗിക്കാനില്ല. അത് പഠിപ്പിച്ചത് നഖം മുറിച്ചാൽ അത് കുഴിച്ചതിനാണ് സുന്നത്തെന്ന ഒരു ചെറിയ കാര്യം പോലും നമ്മളാരും പരിഗണിക്കാത്ത സുന്നത്ത് പോലും കൃത്യമായി കുഞ്ഞുമക്കൾക്ക് കൈമാറുകയും കുഴിച്ചു മൂടുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്തിനേറെ മഹാനവറുകൾ വഫാത്താകുന്ന ആ വെള്ളി ശനിയാഴ്ച രാത്രിയാണല്ലോ. അതായത് മഹാനവറുകൾ ഇവിടുന്ന് പോയി വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച രാമാണല്ലോ ലോകത്തോട് വിട പറയുന്നത്. അത് മഹാനവറുകളുടെ ജീവിതത്തിന്റെ ആഗ്രഹമായിരുന്നു. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പറയുന്നത് പണ്ഡിതന്മാർക്ക് മാതൃകയാണ് മഹാനായ സയ്യിദ് സാദ് നബ്ബറല്ലാഹു മർഖദാ. ചെറിയ കാലം മുതൽ സമൂഹത്തെ ഒരു ജില്ലയെ തന്നെ പോരാ, ഒരു സംസ്ഥാനത്തിലെ മഹല്ലുകളെ തന്നെ പരിവർത്തനത്തിന് വിധേയമാക്കി ഓടി നടന്ന മലപ്പുറം ജില്ലയിലെ മഹാന്റെ പാദസ്പർശനമില്ലാത്ത മഹല്ലുകളുണ്ടോ എന്ന സംശയമാ. മഹാനവറുകളുടെ കാൽ പതിഞ്ഞിട്ടില്ലാത്ത മഹല്ലുകളുണ്ടോ? സംശയിക്കേണ്ടതാണ്. എത്തിപ്പെടാത്ത മേഖല ഉണ്ടാവാൻ സാധ്യതയില്ല. ഏത് മലമുകളിലാണെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കയറി പോകുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച ഹബീബ് ഏൽപ്പിച്ചതാണ് ഈ ചുമതല. മഹാനായ സയ്യിദ് സാദ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച മഹാനാ. തന്റെ മക്കൾക്ക് വേണ്ടിയല്ല ജീവിച്ചത്, ഈ സമുദായത്തിലെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചത്. എല്ലാ അർത്ഥത്തിലും ജീവിതം പരിശുദ്ധ ദീനിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച മഹാനായിരുന്നു. മഹാനായ സയ്യിദ് സാദ് അവറുകൾ കുടുംബത്തെയും ശ്രദ്ധിച്ചിരുന്നു. മഹാനവറുകൾ മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി വല്ലാത്ത ബന്ധമായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഖുർആനുമായി ബന്ധമുള്ള ആളാണ്. ലാ യമൂതു മീതതൻ ജാഹിലിയ. പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉലമാക്കൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന് പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രബോധനം വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഖുർആൻ ഉപയോഗിച്ചായിരുന്നല്ല പ്രബോധനം. മഹാനായ സയ്യിദ് സാദിന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധ ഖുർആനുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ജീവിതമായിരുന്നു. എപ്പോഴും ഖുർആൻ ഓതും. മഹാനവറുകളുടെ ആ ബേഗ് എടുത്ത പണമുണ്ടായിരിക്കുമോ എന്ന് കരുതി എടുത്ത ആള് പോലും നിരാശനായി പോയി. അങ്ങനെയല്ലോ ഇന്നത്തെ കള്ളന്മാർക്ക് പറയാം, മൗല്യന്മാരെ കയ്യിൽ അമ്പാടും പൈസയാണ്. കള്ളം വിചാരിച്ചിട്ടുണ്ടാവും ഈ സാധു മനുഷ്യനും ആ കൂട്ടത്തിലാകും. കള്ളൻ ബാഗ് എടുത്തു നോക്കുമ്പോ ബാഗിൽ കാണുന്നത് പണമില്ല, പരിശുദ്ധ ഖുർആനും ദലായിലുള്ള ഖൈറാത്തിന്റെ ഈടുമുണ്ട്. മഹാനായ സയ്യിദ് സാദിന്റെ കയ്യിൽ എപ്പോഴും ഒരു മുസ്ഹഫ് ഉണ്ടാകാറുണ്ടായിരുന്നു. ബാഗിൽ മുസ്ഹഫ് ഉണ്ടാകും. എപ്പോഴും വുളൂ സൂക്ഷിച്ചിരുന്ന മഹാന് ഒഴിവ് കിട്ടുമ്പോഴല്ല ഖുർആൻ ഓതുമായിരുന്നു. ഒരിക്കൽ മഹാനായ കണ്ണിത് സാദവറുകളെ കണ്ട് തിരിച്ചു പോരുന്ന സമയത്താണ് മഹാനായ സയ്യിദ് സാദ് സഞ്ചരിച്ചിരുന്ന വണ്ടിയുടെ എണ്ണ തീർന്നുപോയി. വാഹനത്തിന്റെ എണ്ണ തീർന്നു. എണ്ണ തീരാറായപ്പോ
എന്നെ അടിക്കാനായി ഡ്രൈവർ വാഹനവുമായി പോയതാ. അപ്പോഴാ വഴിക്ക് കണ്ടൊരു പള്ളിയിൽ കയറിയത്. കൂടെയുള്ള ആളുകളെ ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് അവരെ ചായ പീടികയിൽ കയറി നോക്കുമ്പോ സിയത്ത് ഉസ്താദിനെ കാണാനില്ല. പോയി നോക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാണ്. തിരിച്ചു വന്നപ്പോ കൂടുള്ളവരൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്തേ ചായ കുടിക്കാൻ വരാതിരുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഓതി തീർക്കാറുള്ളൊരു വിഹിതമുണ്ട്. ഇന്നെനിക്ക് നേരത്തെ പോരേണ്ടത് കൊണ്ട് ഓതാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ ഭാഗം ഓതി തീർക്കുകയാ. എത്രയെത്ര തിരക്കുള്ള മനുഷ്യനായിരുന്നു മഹാനവരകൾ. അപ്പോൾ പോലും അല്ലാഹുവിന്റെ ഖുർആനുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയില്ല. ഖുർആനുമായി ബന്ധമില്ലാത്തൊരു സമുദായത്തിൽ ഒന്നും ചെയ്യാനും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവനെ നമുക്കും പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എത്ര സംഭവങ്ങളാ പറയാനുള്ളത്. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യം പോലും മഹാന്മാരുടെ മുമ്പിൽ വല്ലാത്ത ഗൗരവമായിരുന്നു നമുക്ക് തോന്നുന്നു. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കണ, പിന്നെ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ അത് എത്ര വലിയ ഗൗരവമാവും. നിസ്സാരമായ കാര്യം ദാൽഹുദായിലെ ആദ്യ ബാച്ചുകൾക്ക് അറിയുമായിരിക്കും. ഒരു ദിവസം ദാൽഹുദായുടെ പള്ളിയിൽ, ഈ പള്ളി സാക്ഷിയാണ് ഞാൻ ഈ പറയുന്നതിന്, ഞാൻ കുറെ വേറെ ഉള്ളവരൊക്കെ പറഞ്ഞു തന്നതിന് പകരം മഹാനായ ഉസ്താദ് ആരെന്ന് മനസ്സിലാക്കാൻ, ഉസ്താദ് അവരുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ പറയാനുള്ള നല്ലത്. ഈ പള്ളി സാക്ഷിയാൻ ഒരു ഉസ്താദ് എല്ലാരോടും പള്ളിക്ക് അശ്ര നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ആരും പോകാനായിട്ടില്ല, എല്ലാവരും ഇരിക്കണോ. അശ്ര നിസ്കാരത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, അതോ അശ്ര നിസ്കാരത്തിന് ശേഷമോ ഇശാ നിസ്കാരത്തിന് ശേഷം പോവാൻ. മഹാനവറുകൾ ഗൗരവത്തോടെ എഴുന്നേറ്റുന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാരും പെട്ടിങ് കിതാബ് എടുത്ത് പോയിക്കോളി, ദാർഹുദം മൈദ കമ്പനിയാക്കാൻ പോവുകയാണ്. ദാർഹുദം മൈദ കമ്പനിയാക്കാൻ പോവാൻ നിങ്ങളൊക്കെ പെട്ടിങ് കിതാബ് എടുത്ത് പോയിക്കോളൂ. നിങ്ങളാകെ അമ്പരന്ന് പോയി. എന്താന്നൊരു പിടുത്തവും കിട്ടിയില്ല. ദേഷ്യം പിടിച്ചു, വളരെ ഗൗരവം. ഞങ്ങൾ വിചാരിച്ചു, പഠിച്ചോണെ ഇത് മാത്രം എന്ത് തെറ്റാ സംഭവിച്ചത്. പിന്നെ പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് പോയി നോക്കിയപ്പോ പല ആളുകളും ഭക്ഷണം കഴിച്ച സ്ഥലത്ത് വറ്റ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു വറ്റ് കൊഴിഞ്ഞു പോയതിനായി പറഞ്ഞത് ദാൽഹുദ പിരിച്ചുവിടാൻ പോവാൻ, മൈദ കമ്പനിയാക്കാൻ പോവാൻ നിങ്ങളൊക്കെ പെട്ടിങ് കിതാബ് കൊടുത്തു പോണോ. ദേഷ്യപ്പെട്ട് സ്നേഹപ്രിയായ ഒരു പിതാവ് മക്കളെ ഉപദേശിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വറ്റ് കൊഴിഞ്ഞു പോയതിന് എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് ചോദിച്ചു. നബി പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ വഖഅതു ലുഖമതു അഹദികും, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നിലത്ത് വീണാൽ നിങ്ങളത് പിശാചിന് വേണ്ടി ഒഴിവാക്കരുത്. അത് നിങ്ങൾ എടുക്കണേ, കഴുകണേ, എന്നിട്ട് കഴിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ. ഒരു കാര്യം പറഞ്ഞറിഞ്ഞാൽ സിയത്തുസ്താദിന് ലോകം മുഴുവൻ ലഭിക്കുന്നതിലും വലുതായിരുന്നു. ഒരിക്കൽ വീട്ടിൽ തന്നെ മകന്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെ മൂത്ത മകൻ തയ്യിബ് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് വെളിയിൽ ആരോ വന്ന് വിളിച്ചപ്പോ മോനോട് ചോദിച്ചു, ആരാ നോക്കാൻ. ഒരപരിചിതനായ ആളാണ്, അങ്ങനെ വൃത്തിയൊന്നുമില്ല. ഉസ്താദ് ഭക്ഷണം കഴിക്കായതുകൊണ്ട് വിളിച്ചു. ഭക്ഷണം കഴിക്കവരീന്ന് പറഞ്ഞു. കൂട്ടത്തിലിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. ഭക്ഷണം അങ്ങനെ കഴിക്കുമ്പോ ഇയാളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴുന്ന വച്ച് മഹാനായ ഉസ്താദ് അവർ ഇങ്ങനെ എടുത്തിട്ട് കഴുകിയിട്ട് കഴിക്കുന്നു. മകനായ തയ്യിബ് ഉസ്താദ് ഇയാൾ പോയതിനു ശേഷം പറഞ്ഞു, ഉപ്പാ നിങ്ങൾ എന്തായി ചെയ്യണത്? അയാളെ കയ്യിൽ നിന്ന് വീണ് വറ്റെടുത്തിട്ട് നിങ്ങൾ തന്നെ, വൃത്തിയൊന്നുമില്ലാത്ത മനുഷ്യൻ, അയാൾ എങ്ങനെയുള്ള ആളാൻ തിരിയോ. പൊന്നമോനും പഠിക്കാനും കൊണ്ട് പറയുകയാണ്, മോനോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ ഭക്ഷണം നിലത്ത് വീഴ്ത്തരുത് എന്ന്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് എന്ന ദാൽഹുദായിലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് കാണിച്ചു തരും. വയറ്റ് മുഴുവൻ തുടക്കണം. കയ്യിന്റെ വരല് നിങ്ങൾ ഇമ്പടെ സ്നേഹനിധിയായൊരു പിതാവ് തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ദാൽഹുദായുടെ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചാണ് ആ ദാൽഹുദ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്, സമുദായത്തിനായി സമർപ്പിച്ചത്. ദാൽഹുദാക്കാമഹാന മറക്കാനും കഴിയുമോ? ഈ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾ പലരും കണ്ടിട്ടുണ്ടാവുകയില്ല.
ദാൽഹുദായുടെ സന്തതികൾ കണ്ടിട്ടുണ്ടാവുകയില്ലല്ലോ ആ മഹാനെ. ദാൽഹുദാക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്നു മഹാനായ വാപ്പത്തങ്ങൾ പറഞ്ഞൊരു സംഭവം. ദാൽഹുദായുടെ ഒരു മണൽത്തരിക്ക് പോലും മഹാനവറുകളെ മറക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ ഇന്ന് ഞാൻ നമ്മുടെ സംസാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പല മഹല്ലുകളിലും ബദറിന്റെ പരിപാടികൾ നടക്കാനുണ്ടാകും. ബദർ ദിനത്തോടനുബന്ധിച്ച് മഹാനായ ഉലമാക്കൾക്ക് മാതൃകയായ സയ്യിദ് ഉസ്താദിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയത്. ഇനി ഉമറാക്കൾക്ക് മാതൃകയായി ഉലമാക്കളോടൊപ്പം സഹവസിച്ച മഹാനായ ബാപ്പുട്ടി ഹാജി നമുക്ക് മാതൃകയാണ്, ഉമറാക്കൾക്ക് മാതൃകയാണ്. ഉലമാക്കളും അതേപോലെ ഉമറാക്കളും സംഗമിച്ചാൽ, നല്ല രീതിയിൽ സംഗമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന് ജീവിച്ചിരിക്കുന്ന തെളിവാ നിങ്ങൾ കാണുന്ന വിശാലമായ പ്രസ്ഥാനം. സയ്യിദ് ഉസ്താദിന് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞ ആളായതുകൊണ്ടല്ല, സയ്യിദ് ഉസ്താദ് വലിയ കഴിവുള്ള ആളായതുകൊണ്ടല്ല, ഭൗതികമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കൽബിനെ ബന്ധിപ്പിക്കുകയും അല്ലാഹുവിന് വേണ്ടി ചെയ്യണേ എന്ന നിയ്യത്ത് വെക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു ഒരു ജനതയെ തന്നെ മഹാനവറുകൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഓർക്കുന്നു, ഉസ്താദിനോട് ജീവിതകാലത്ത് കണ്ട് പരിചയപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞു, ഒറ്റ തവണ ഞാൻ സയ്യിദ് ഉസ്താദിനെ കണ്ടത്, പക്ഷേ എനിക്ക് ആ മഹാനെ മറക്കാൻ കഴിയുന്നില്ല. ഗൾഫ് രാജ്യത്ത് വെച്ചൊരാൾ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു, അങ്ങനെയാ പെരുമാറ്റം, എന്നോട് പെരുമാറിയത് അങ്ങനെയാ. മഹാനായ സയ്യിദ് ഉസ്താദ് മഹാനവറുകളെ കുറിച്ച് വാപ്പുത്തങ്ങൾ പറഞ്ഞല്ലോ. ദാൽഹുദായുടെ ഓരോ ബിന്ദുവിലും സയ്യിദ് ഉസ്താദുണ്ട്. വാപ്പുത്തങ്ങൾ പറയാ, ഒരു ദിവസം രാത്രി പരിപാടി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്ന് കിടക്കുകയാണ്. മഹാനായ സയ്യിദ് ഉസ്താദ് അവറുകൾ അതിരാവിലെ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. തങ്ങളുടെ വീട്ടിൽ ചെന്ന് ഇരിക്കാൻ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ വീട്ടിലാരോ സ്ത്രീകളാണ് വന്ന് നോക്കിയപ്പോ ചോദിച്ചു, വാപ്പുത്തങ്ങൾ എവിടെ? പെണ്ണുങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് സയ്യിദ് ഉസ്താദാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണെന്നും അറിയില്ലല്ലോ, ദാൽഹുദായുടെ പ്രസിഡന്റാണെന്ന് അറിയില്ലല്ലോ, വാഹനമില്ലല്ലോ, വിശാലമായ സൗകര്യങ്ങളുള്ള വാഹനങ്ങളിലല്ല ബസ് കയറിപ്പോയതാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോ തങ്ങൾ ഉറങ്ങാണ്, ഒരു പരിപാടി കഴിഞ്ഞ് വന്ന് ലേറ്റ് ആയിട്ടാ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ തങ്ങൾ പാപ്പാനെ വിളിക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, എന്നാ കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു. കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോ ആ വീടിന്റെ മുമ്പിലുണ്ടായിരുന്ന കോലായിലെ സിറ്റൗട്ടിലുണ്ടായിരുന്ന ചാടുപടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, വലിയൊരു അഹലിമ. കുറെ സമയം കഴിഞ്ഞും വാപ്പുത്തങ്ങൾ ഉണരുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊരു വല്ലാത്ത വിഷമമായപ്പോ വാപ്പുത്തങ്ങളെ പോയി വിളിച്ചു. തങ്ങൾ പറയാ, ഞാൻ അങ്ങനെ നീച്ചു വന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് സയ്യിദ് ഉസ്താദ് വീട്ടിന്റെ വെളിയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഓടി വന്നിട്ട് സലാഞ്ചല് കൈപിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് പൊരുത്തപ്പെടണം, ഉസ്താദാ എന്റെ വീട്ടിലുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, അതിനെന്താ തങ്ങളെ പ്രശ്നം, നിങ്ങൾ ഉറപ്പൊഴിച്ചിട്ട് വന്നതല്ലേ, നിങ്ങളോട് ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞതാ. അന്നന്മാരോട് എത്ര വലിയ യുദ്ധവും ബഹുമാനമാണ്, വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, അതുകൊണ്ടാണ് അവർ വിളിക്കാതിരുന്നത്. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ വന്നത് എന്റെ കുട്ടികൾ പട്ടിണിയാവും, ദാൽഹുദാക്ക് കുറച്ച് അരി വേണം, ഭക്ഷണം വെക്കാൻ അരിയില്ല, കുറച്ച് അരി സംഘടിപ്പിച്ചു തരണേന്ന് പറയാൻ വന്നതാണ് ഞാൻ. കമ്മീഷനല്ല, ശമ്പളം വാങ്ങിയിട്ടില്ല, ദാൽഹുദായിൽ നിന്നൊരു പീസും ശമ്പളം വാങ്ങിയിട്ടില്ല. ദാൽഹുദായുടെ സമന്നതമായ സ്ഥാനത്ത് നിന്നിട്ട് എന്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിലും പോയിട്ട് പണമില്ലാത്ത ഘട്ടം വന്നപ്പോൾ പോലും പുതുപ്പറമ്പിലെ മുഅദ്ദിനായിരുന്ന ആൾക്ക് പറയാറുണ്ടാകും, 3 ഉറുപ്പിക സയ്യിദ് ഉസ്താദ് വായ്പ വാങ്ങിയതും, എന്നാൽ പോലും തന്റെ മക്കൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിലും പോയിരുന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല, ദാൽഹുദായുടെ കുട്ടികൾ പട്ടിണി കടന്നു പോകും, തങ്ങളെ വല്ലതും സംഘടിപ്പിച്ചു തരണോ എന്ന് പറയാൻ വന്നതാണ് ഞാൻ. അങ്ങനെ ഉണ്ടായതാണ് ദാൽഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അങ്ങനെയാണ് ദാൽഹുദായുടെ ജന്മമുണ്ടാകുന്നത്. ദാൽഹുദായുടെ ഓരോരോ ബിന്ദുവിലും ആ മഹാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റഹ്മാനായ അല്ലാഹ് അവരുടെ ഖബറിടം നീ വെളിച്ചമാക്കണേ റബ്ബേ. എത്ര സമുന്നതമായ സ്ഥാനത്തിരുന്ന മഹാനാണ്, എത്ര സമുന്നതമായ സ്ഥാനത്തിരുന്ന മഹാനാ. സമസ്തയുടെ വൈസ് പ്രസിഡന്റാ. നിങ്ങൾ ആലോചിക്കണേ, പഞ്ചായത്ത് മെമ്പറൊക്കെ ആകുമ്പോഴേക്കുള്ള കഥ എന്താ? നമ്മളെ കഥ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ കഥ എന്താ? നിങ്ങൾ ആലോചിക്കണം, സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന മഹാൻ. അതല്ല, സമസ്ത പിളർന്ന സമയത്ത് ചില ആളുകൾ സമീപിച്ചല്ല ഈ മഹാന്റെ അടുത്ത്.
എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരി, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരി, വാഹനം തരാം, നല്ല നല്ല സൗകര്യം തരാം. അപ്പോഴാണ് ആ മഹാ ഭൗതികമായ സൗകര്യങ്ങളോട് വിട പറഞ്ഞ് സത്യമേതാണോ ആ സത്യത്തിന്റെ വഴിയിൽ അടിയുറച്ചു വന്നത്. എന്നിട്ട് സയ്യിദ് ഉസ്താദിനെ കുറിച്ച് പറയാൻ ദേഷ്യം പിടിച്ചിട്ടൊന്നുമില്ലാത്തത് കൊണ്ട് പറഞ്ഞു, ഇസ്തിരിടാത്ത മുസ്ലിയാരെ, ആ മുസ്ലിയാർക്ക് ഇസ്തിരിടാ കുപ്പായത്തിലല്ല മഹാനവകൾ ശ്രദ്ധിച്ചത്. ഈ കുപ്പായം നമ്മൾ ഇടുന്ന ശരീരമുണ്ട്, ആ ശരീരത്തിൽ ഹൃദയമുണ്ട്. നമ്മുടെ നെഞ്ചിന്റെ അകത്ത് കിടക്കുന്നൊരു സാധനമുണ്ടല്ലോ, ഹൃദയം. ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമെന്നറിഞ്ഞതുകൊണ്ട് ഹൃദയം ശുദ്ധിയാക്കിയ മഹാന അള്ളാഹ്ക്ക് വേണ്ടി ആരെ താഴ്മ കാണിച്ചോ അവൻ അള്ളാഹു ഉയർത്തുന്നതാണ്. പലർക്കും ഇല്ലാത്തൊരു സ്വഭാവതാണല്ലോ, ഞാൻ ഖത്തീബാ, എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, ഞാൻ ഖത്തീബാണ്, എന്നെ പരിഗണിച്ചില്ല, ഞാൻ ഈ മഹല്ലിലെ വലിയ ആളല്ലേ, എന്നെയല്ലേ ഉദ്ഘാടനത്തിന് ക്ഷണിക്കേണ്ടത്, ഞാൻ വലിയ ആളല്ലേ, എന്റെ പേര് നോട്ടീസിൽ ചെറുതായി പോയല്ലോ. ചിന്തിക്കണേ, ഇമ്മാതിരി ദഅവത്തിനൊന്നും സമൂഹത്തിലൊരു ഫലവും ചെയ്യാൻ കഴിയില്ല. എവിടെയാ മഹാനായ സയ്യിദ് ഉസ്താദ് ഓർക്കപ്പെടേണ്ടത്? ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് പള്ളിയിൽ കിടക്കുകയാ, നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്, നല്ല മഴയുള്ള രാത്രിയാണ്, വീട്ടിലേക്ക് പോകാനൊരു വഴിയില്ല, വഴിയിൽ കുടുങ്ങിപ്പോയതാണ്, പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. ഉസ്താദ് തീരുമാനിച്ചു അന്ന് അവിടെ തന്നെ നിൽക്കാം. മഹാനവരകൾ അവിടെ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഔറാദിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് പള്ളിയുടെ മുഅദ്ദിൻ വന്നത്. ഉറക്കെ വിളിച്ചു പറഞ്ഞു, പള്ളി പൂട്ടാനായി മുസ്ലിയാരെ, പള്ളി പൂട്ടാനായി, പുറത്തേക്കിരുന്നോളൂ. മഹാനായ സയ്യിദ് ഉസ്താദാണെന്ന് ഈ മുഅദ്ദിന് മനസ്സിലായിട്ടില്ല. മഹാനായ സയ്യിദ് ഉസ്താദ് വിനയാന്വിതനായ മഹാൻ അവിടെ നിറങ്ങിയിട്ട് പള്ളിയുടെ വെളിയിലേക്കിരുന്നു. മുഅദ്ദിൻ പള്ളി പൂട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ പെറുപുറത്ത് പോകുന്നുണ്ട്, എന്തൊക്കെയോ പെറുപുറത്ത്. പള്ളിയിൽ കിടക്കാൻ പറ്റൂല എന്ന കമ്മിറ്റിന്റെ തീരുമാനമുണ്ട്. പള്ളിയിലെ കള്ളന്മാരൊക്കെ വന്നിട്ട് പള്ളിയുടെ സാധനം ബഹുമാനോടാ പറയുന്നത്. നിഷ്കളങ്കനായി മഹാനോട് എന്തൊക്കെയോ പെറുപുറത്തിട്ടാണ് ആ മുഅദ്ദിൻ ഇറങ്ങിപ്പോകുന്നത്. മഹാനായ സയ്യിദ് ഉസ്താദിന് നാട്ടിലേക്ക് പോകാൻ വാഹനമില്ല. സമസ്തയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മഹാനവറുകൾ തീരുമാനിച്ചു, ഹൗദിന്റെ കരയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാൽ വിളിച്ചിട്ട് കഥം തുടങ്ങി. അല്പനേരം ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. വുളൂ ചെയ്തിട്ട് മഗ്‌രിബ് സുബഹിയുടെ സമയത്തോട് അടുത്തപ്പോൾ മുഅദ്ദിൻ വന്നു, പള്ളി തുറന്നു. പള്ളി തുറന്നപ്പോ പള്ളിക്കകത്തേക്ക് കയറിയിരുന്നു. മഹല്ലിലെ ആളുകൾ സുബഹി നിസ്കരിക്കാൻ പള്ളിക്ക് വരാൻ തുടങ്ങി. വരുന്ന ആളുകളെല്ലാം സയ്യിദ് ഉസ്താദിനെ മുസാഫഹത്ത് ചെയ്ത് കൈ ഇങ്ങനെ ചുംബിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഈ മുഅദ്ദിന് മനസ്സിലായി എനിക്കെന്തോ അബദ്ധം പടഞ്ഞിട്ടുണ്ട്. അയാളെ ചോദിച്ചു, ആരാണിത്? ഇതാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹൈദറോസ് മുസ്ലിയാർ. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നിട്ട് കൈപിടിച്ച് പൊരുത്തപ്പെടിപ്പിച്ച് പറഞ്ഞു, ഉസ്താദേ പൊരുത്തപ്പെടണം, അങ്ങേക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ അങ്ങ് സയ്യിദ് ഉസ്താദാണെന്ന്. അപ്പൊ പറഞ്ഞതെന്താ അറിയോ? മോനെ, നീ എന്തിനാ വിഷമിക്കുന്നത്? മോന്റെ പണിയാണ് രാത്രി പള്ളി പൂട്ടുക എന്നുള്ളത്. കമ്മറ്റിന്റെ തീരുമാനം ആരും കടത്താതിരിക്കാനാണെങ്കിൽ കടത്താതിരിക്കാന്നുള്ളത് മോന്റെ ഡ്യൂട്ടിയാ. മോൻ ആ ഡ്യൂട്ടി ചെയ്തതല്ലേ, മോൻ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ച മഹാനായ സയ്യിദ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ അതായിരുന്നു സയ്യിദ് ഹൈദറോസ് മുസ്ലിയാർ. പഠിക്കാനുള്ള പാഠം നമ്മിൽ നിന്ന് മാറ്റം വരുന്നാൽ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പാഠം. അതാണ് റഹ്മത്തുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി നമ്മളെ ഏൽപ്പിച്ച കൃത്യമായി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ അല്ലാഹുവിനെ പ്രതീക്ഷിച്ച് ജീവിച്ച മഹാനായതുകൊണ്ട് തന്നെ റബ്ബിന്റെ തൃപ്തിയില്ലാതെ ഒന്നും കാന്തിക്കാതെ ജീവിച്ച മഹാൻ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഖബർ കുടിച്ചു വെച്ച മഹാൻ, ജീവിച്ചിരിക്കുമ്പോ തന്നെ ഖബർ കുടിച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ആ ഖബറിൽ പോകും. എന്തിനേറെ താൻ വഫാത്താകുന്ന രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ പോലും ആ ഖബറിലെ തോർച്ചടിച്ചാണ് ആ മഹാൻ പോയത്. ഇതൊക്കെ അറിയുമ്പോ നമുക്ക് തോന്നിപ്പോവാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നല്ല ആളുകളുടെ മരണത്തെ കുറിച്ച്. ഇന്നല്ലദീന ഖാലൂ റബ്ബനാ
ربنا الله ثم استقاموا إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും പിന്നെ അല്ലാഹുവിന് വേണ്ടി ഇസ്തിഖാമത്തിന് വഴി സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ പിന്നെ നന്നായി അങ്ങ് ജീവിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കാൻ പോകും അവരുടെ സന്നിധിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് മലക്കുകൾ പറയും അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് മലക്കുകൾ അവരെ സന്തോഷമറിയിക്കുമത്രേ. എല്ലാവരും നമുക്ക് ഈ പന്തലിനും മൈക്കിനൊക്കെ വലിയ ചെലവുണ്ട്. ഒരു 3-4 ദിവസമാണല്ലോ. എല്ലാവരും ഒന്ന് അറിഞ്ഞു കൊടുത്താൽ നമ്മളെ ഈ ബക്കറ്റ് പിരിവിൽ തന്നെ ഈ പന്തലിന്റെ ചെലവാണ് പോകുന്നുള്ളൂ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന സദഖ ബദരീങ്ങളുടെ മഹബത്തിന്റെ പേരിൽ ഞങ്ങൾ ഈ സദസ്സിൽ നൽകുന്ന സദഖയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നതാ മരണം നേരത്തെ അറിയിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. വെള്ളിയാഴ്ച ഒഴിവ്, വെള്ളിയാഴ്ച വേറെ എവിടെയും പ്രോഗ്രാമില്ലെങ്കിൽ ജുമാക്ക് പങ്കെടുക്കാറുള്ളത് ദാൽഹുദായിലായിരുന്നല്ല മരിക്കുന്ന അന്ന് രാവിലെ പോയി താടിയും മുടിയൊക്കെ ഒന്ന് ശരിയാക്കി. അന്ന് ഞങ്ങൾ ഓർക്കുന്നു പള്ളിയിലേക്ക് വരുമ്പോൾ പുതിയ ആപ്പിള വരുന്ന പോലെയാ വന്നത്. സാധാരണ ഉസ്താദിന്റെ തുണികുപ്പായൊക്കെ അങ്ങനെ ഒരു വൃത്തിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ചിലപ്പോ കുടുംബോ ഭാര്യയൊക്കെ ഉജാല മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉജാല അങ്ങനെ തന്നെ ഉണ്ടാവും. വസ്ത്രത്തിൽ അതൊന്നും ശ്രദ്ധിക്കാറുമില്ല. വസ്ത്രത്തിലേക്ക് അവിടെയും ഇവിടെയൊക്കെ ചളിയൊക്കെ ഉണ്ടാവും. എവിടെങ്കിലൊക്കെ ഇരുന്നതൊന്നും ശ്രദ്ധിക്കാറില്ല. വസ്ത്രത്തിലേക്കായിരുന്നല്ല ശ്രദ്ധിച്ചിരുന്നതെന്നാൽ ആ വെള്ളിയാഴ്ച വരുമ്പോ നല്ല ഡ്രസ് അണിഞ്ഞാണ് വന്നത്. ഒരു പ്രത്യേക മുഖഭാവമുണ്ടെന്ന് വരുമ്പോ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് നഖമൊക്കെ മുറിച്ചോ, എല്ലാം വൃത്തിയായി. അന്ന് നഖം മുറിച്ചപ്പോ കുഴിച്ചിടാൻ പേരമക്കറുണ്ടായിരുന്നില്ല. ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത് കുടിച്ചിടണേ. അവസാനത്തെ ദിവസം പോലും ആ സുന്നത്ത് കളഞ്ഞിട്ടില്ല. എന്നിട്ട് കുളിച്ച് വൃത്തിയായി. എന്നിട്ട് ബസ് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ക്ഷീണമുണ്ട്, സാധനം നല്ല ക്ഷീണമുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹാന്ന് നമ്മൾ പറഞ്ഞല്ല. എപ്പോഴും മൗലിദോതും ജനായിലുൽ ഖൈറാത്തിലെ സ്വലാത്ത് ചൊല്ലും, ദിക്റുകൾ ചൊല്ലും. മാത്രല്ല ഒരിക്കൊരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അയാളോട്, നീ എന്താ ഈ പറഞ്ഞത്? എനിക്ക് 2 വയസ്സ് കൂടുതലാണ്. അയാളോട് പറഞ്ഞത്, എനിക്ക് എന്റെ റസൂലുള്ള വഫാത്തായ വയസ്സിൽ മരിക്കണമെന്നായിരുന്നു ഭൂതി. പക്ഷേ എനിക്ക് 2 വയസ്സ് കൂടുതലായി. 63 മരിക്കണമെന്നായിരുന്നു എന്റെ ഭൂതി. എന്റെ റസൂലുള്ളാഹിനെ അല്ലാഹു തിരിച്ചു വിളിച്ചതാ വയസ്സിലല്ലേ. റസൂലുള്ളാഹിന്റെ മേലൊന്നും ജീവിക്കണമെന്ന് ഭൂതിയില്ല. ഇപ്പൊ എനിക്ക് 2 വയസ്സ് കൂടുതലാ. അവസാനത്തെ ദിവസം പോലും ആ സുന്നത്ത് കളഞ്ഞില്ല. അങ്ങനെ മഹാനവർകൾ ഇവിടെ എത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് ഓർക്കുന്നു. 3 സലാമാണെന്ന് ചൊല്ലിയത്. പള്ളിയുടെ 2ാമത്തെ സഫിൽ നിന്ന് ഞാനുമുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ്. 3 സലാം ചൊല്ലി. 3 സലാം സാധാരണ അങ്ങനെ ഒരു 3 സലാം സാധാരണ ചെല്ലാറില്ല. അങ്ങനെ വന്നിട്ട് അവിടെ ഇരുന്നു. ജുമയിൽ പങ്കെടുത്തു. ജുമയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നു. അത്താസ് റാത്തീബ് എന്ന് പറയുന്ന റാത്തീബ് നിലനിർത്താൻ ഉപദേശം തന്നു. എല്ലാം അതേപോലെ മുതിർന്ന കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു. ഞങ്ങൾ കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരികയാണ്. പള്ളിയുടെ ഓഫീസിലിരുന്നു. അന്ന് ഓഫീസിൽ പണിയെടുത്തിരുന്ന ഒരാളോട് ചോദിച്ചു, ഞാൻ മരിച്ചാ നീ എന്താ ചെയ്യാം? അയാൾ പറയാൻ, ഞാൻ പേടിച്ചു പോയി. എന്നോട് ചോദിക്കാണ്, ഞാൻ ആളെ പേരുകളൊന്നും പറയാത്തത്. ഒരാളത് പറഞ്ഞു, ഒരാളുടേത് പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് കരുതിയ എല്ലാവർക്കും അത് പറയാനുണ്ടാകും. ആരാണ് ഈ ആള് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. അവിടെ അങ്ങനെ പണിയെടുക്കുന്ന ഒരാളോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ മരിച്ചാ നീ എന്താ ചെയ്യാ? അയാൾ പറയാൻ, ഞാൻ അമ്പരന്ന് പോയി, ഞാനൊന്നും പറഞ്ഞില്ല. എന്നോട് വെച്ച് നീ നീ എന്താ ചെയ്യാ? പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്നോട് വെച്ച് നീ മയ്യത്ത് നിസ്കരിക്കൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നിസ്കരിക്കൂ ഉസ്താദേ. അയാള് പറയാ, അന്ന് രാത്രിയാ മരിക്കുമെന്ന് കണ്ടാണ് ആ ചോദിച്ചത് എന്ന് എനിക്ക് ചോദിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ ദാൽഹുദായിൽ നിന്ന് പോയി
ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ടായിരുന്നതും കഴിഞ്ഞ നേരം മഗ്‌രിബോടുകൂടെ നാട്ടിലെത്തി. സാധാരണ നാട്ടിലെ പള്ളിയിൽ അങ്ങനെ ഇമാമത്ത് നിൽക്കാറില്ല. എന്നാൽ അന്ന് മഗ്‌രിബിനും ഇശാഇനും ഉസ്താദ് തന്നെയാണ് ഇമാമത്ത് നിന്നത്. ഉസ്താദ് തന്നെ ഇമാമത്ത് നിന്നോ. ഏതൊരു പാവപ്പെട്ട ആൾ വന്നപ്പോൾ 3 ഉറുപ്പിക അവിടുത്തെ മുഅദ്ദിനോട് വാങ്ങിയിട്ട് ആ പാവപ്പെട്ടവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 ഉറുപ്പിക ആ മുഅദ്ദിന് കൊടുത്തിട്ട് കടം വീട്ടി. എന്നിട്ട് മഗ്‌രിബിൻ ഇശാഇന് ശേഷം ചെല്ലാനുള്ള ഹദ്ദാദും ദിക്റുകളും സലാത്തും ഒക്കെ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നിട്ട് ഏതോ കിതാബെടുത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അവസാനവും ഇൽമു പഠിക്കുകയാണ്. ശ്രദ്ധിക്കണം, പുണ്യനബിയുടെ സന്നിധിയിൽ ഒരാൾ വന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കാൻ 1 മണിക്കൂർ സമയമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അസ്രായിൽ ഒരാളടുത്ത് വന്ന് പറഞ്ഞു, നോക്കാം നീ ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് മരിക്കും. യാ റസൂലല്ലാഹ്, എന്നാൽ എനിക്ക് സ്വർഗം കിട്ടാൻ പറ്റാവുന്ന 1 മണിക്കൂർ കൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റാവുന്ന അമലേതാ? റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇൽമു പഠിച്ചോ, നീ ഇൽമു പഠിച്ചോ. ശ്രദ്ധിക്കണേ, ഏതു കാര്യത്തിനാണോ ജീവിതത്തിൽ നിലകൊണ്ടത് ആ മുഴു കാര്യങ്ങളും അവസാനത്തോട് അനുബന്ധിച്ച് ചെയ്യുകയാണ്. സ്വലാത്ത് ചൊല്ലി, ദിക്റിൽ പങ്കെടുത്തു, നിസ്കാരം കഴിഞ്ഞോ, കൊടുക്കാനുള്ള കടവും കൊടുത്തു കിട്ടി, നേരെ വീട്ടിലേക്ക് വന്നോ. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിതാബ് നോക്കുകയാണ്. അപ്പോഴാണ് ഒരു അസ്വസ്ഥത തോന്നുന്നത്. മഹാനവരകൾ കടന്നപ്പോ ഭാര്യ പറഞ്ഞു, വീട്ടിൽ ആണുങ്ങളാരുമില്ല, തൊട്ടടുത്തുള്ള സഹോദരനെ വിളിക്കാമെന്ന് പറഞ്ഞു വിളിക്കണ്ട, അവനെ ബുദ്ധിമുട്ടാക്കണ്ട, ആരെയും വിളിക്കണ്ട. അസ്വസ്ഥത വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ കാലും കൈയൊക്കെ തടവി കൊടുക്കുന്നുണ്ടപ്പോ ഭാര്യയോട് പറയാ, നീ തടവുന്ന കാലുണ്ടല്ലോ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ എന്റെ ഈ തടവുന്ന കാലും പുഴുക്കൾ മത്സരിക്കുന്നതാ. മഹാനവരകൾ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ പോവാണെന്ന് നിന്ന് സൂചന കൊടുക്കുകയാണ്. പാവപ്പെട്ട ഭാര്യ എപ്പോഴും പറഞ്ഞു, കാക്കയെ വിളിക്കണോ, അച്ഛനെ വിളിക്കണോ, വേണ്ട, അറിയിക്കേണ്ടവരെ ബുദ്ധിമുട്ടാക്കണ്ട. അപ്പോഴാണ് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത്. ആ അസ്വസ്ഥതയിലും ചോദിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിയോ? ഞാൻ അല്പം ഉറങ്ങിയെങ്കിൽ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാമല്ല. ഭാര്യ പറഞ്ഞു, ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. മരിക്കാൻ പോകുമ്പോഴും നിസ്കാരം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി മരിക്കാൻ പോകുമ്പോഴും ഈ വാക്കു തന്നെയല്ലേ പറഞ്ഞത്, ഉമ്മത്തെ നിസ്കാരം. തന്നെ എനിക്ക് നിസ്കരിക്കായിരുന്നല്ലോ. മഹാനായ കണ്ണിയത്ത് സാദും വഫാത്തിന്റെ മുമ്പ് പറഞ്ഞത്, ബാങ്ക് കൊടുത്തോ എനിക്ക് നിസ്കരിക്കണമല്ലോ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ച് ജീവിച്ച ഈ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു അസ്വസ്ഥത കൂടുന്നത്. ഉടനെ സഹോദരനെ വിളിച്ചോ. ഓടി വന്നു നോക്കുമ്പോ ചിന്തകൾ മന്ത്രിക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. മഹാന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കരിച്ചാവണയല്ല നീ എന്നെ നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കേണ്ടത് എന്ന് ആ മഹാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ചു കൊടുത്തത് ആ മഹാനങ്ങളെ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും സയ്യിദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരുടെ മനസ്സിൽ ആ മഹാൻ ജീവിക്കാനുള്ള കാരണം അല്ലാഹുവിനെ സ്നേഹിക്കുകയും റബ്ബിന് വേണ്ടി ജീവിക്കുകയും ചെയ്തതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഓർക്കുന്ന രണ്ടാമത്തെ മഹാനുണ്ടല്ലോ, എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നവരാരാ? ദാൽഹുദായി ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നവരാരാ? ഈ മഹാരഥന്മാർ തന്നെയാ. മഹാനായ യുബാബുദ്ദി ഹാജി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടവും വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആ മഹാന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നാടന്മാരായ ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു പച്ചനാടൻ എന്ന് പറയാനുള്ള കാരണം ഒരു വലിയ ആലിമൊന്നുമല്ല എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ആലിമീങ്ങളെ കൂടിയിട്ടും ദീനറിഞ്ഞും നമുക്കറിയുന്നതിനേക്കാളും പല കാര്യങ്ങളും അറിയുന്ന മഹാനായിരുന്നു വാക്കുട്ടിയാജി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മുർ റഹീമീനായ റബ്ബ് അവർ എന്താണോ ഇതിലൂടെ സത്യം കണ്ടത് ഈ സ്ഥാപനത്തിലൂടെ, ആ യാഥാർത്ഥ്യത്തിന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ മഹാന്റെ പ്രത്യേകത എന്താ?
ആലിമീങ്ങളോടൊപ്പം സഹവസിച്ച ആളാ, ഇൽമിന്റെ ആളുകളോടൊപ്പം സഹവസിച്ച ആളാ. ആരാ ബാപ്പുട്ടി ഹാജിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാപ്പനങ്ങാട് മുസ്ലിയാർ, അതേപോലെ പോലെ സിയത്ത് ഉസ്താദ്, കോട്ടുമല അബൂബക്കർ ഉസ്താദ്, ഇങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു ബാപ്പുട്ടി ഹാജിയുടെ കൂട്ടുകാർ, ഏറ്റവും വലിയ സ്നേഹിതന്മാർ. ആ സ്നേഹബന്ധം അവർ വെച്ചു പുലർത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കണേ, ഒരു സാധാരണക്കാരനായിരുന്നിട്ട് പോലും ആ മഹാന്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടെ, സാധാരണക്കാർക്കല്ല പണ്ഡിതന്മാർക്ക് കൂടെ പകർത്താൻ പറ്റാവുന്ന ജീവിതമായിരുന്നുവെന്ന് കാണാൻ കഴിയും. മഹാനായ ബാപ്പുട്ടി ഹാജിയുടെ ജീവിതം. ഒരു ദിവസം ഒരാൾ ഈ ഗേറ്റ് കടന്നു വരുന്ന സമയത്ത് കാണുന്നത് എന്താ? ബാപ്പുട്ടി ഹാജി അടക്കം ദാൽഹുദായിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്നെന്തോ സാധനം പെറുക്കുന്നുണ്ട്. ഈ മഹാൻ തന്നെയാണ് പെറുക്കി കാണിച്ചു കൊടുത്തത്. ഞാൻ പറയുന്നത്, മുത്തഖീങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ അവരിൽ നിന്ന് പഠിച്ച തഖ്വ ആലിമീങ്ങളെ പോലും മറികടക്കുന്ന തഖ്വയായോ എന്ന് തോന്നിപ്പോകും നമുക്ക്. ആ മഹാൻ തന്നെ കാണിച്ചു കൊടുത്തു. കുട്ടികളൊക്കെ ഇങ്ങനെ പെറുക്കുന്നുണ്ട്. കടന്നു വരുന്ന ആള് ചോദിച്ചു, ആ കുട്ടീജുമായി വല്ലാതെ സ്നേഹബന്ധമുള്ള ആളാ, എന്താ കുട്ടികളൊക്കെ പെറുക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ വന്ന ആവശ്യം കഴിഞ്ഞിട്ട് വരി എന്ന് പറഞ്ഞു. അവരാവശ്യത്തിനായി പറഞ്ഞയച്ചു. ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ബാപ്പുട്ടി ഹാജി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയാതാ, ഈ കാണുന്ന മെറ്റൽ കൂനയില്ലേ, മെറ്റലിന്റെ പൂമ്പാരം, ഇതെന്റെ കുട്ടികൾ പെറുക്കി വെച്ചതാ. മെറ്റൽ ഇങ്ങനെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ആ മെറ്റൽ മണ്ണിൽ ചേർന്ന് പോയി വേസ്റ്റായ മെറ്റലുണ്ടായിരുന്നോ, അത് സമുദായത്തിന്റെ പൈസയല്ലേ, സമുദായം തന്നെ വീർപ്പഴിക്ക് ഉണ്ടാക്കിയ പണം ദീനിന് വേണ്ടി തന്നതല്ലേ, അത് വേസ്റ്റാക്കിയാൽ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മെറ്റലൊക്കെ പെറുപ്പിച്ചതാണ്. ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ചെറിയ പണി എടുക്കാം, മെറ്റലുണ്ടല്ലോ എന്ന് പറഞ്ഞ പൊതുമുതലിന്റെ കാര്യത്തിൽ ഏറ്റവും സൂക്ഷ്മത പാലിച്ച മഹാനായ ഈ ബാപ്പുട്ടി ഹാജി നമ്പർ അല്ലാഹു മർഹബ പണ്ഡിതന്മാരോട് സഹവസിച്ചപ്പോ ആ സൂക്ഷ്മത തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെന്നല്ല, പണ്ഡിതന്മാരിൽ ഉണ്ടാകേണ്ട എന്തൊക്കെ സ്വഭാവമുണ്ടോ ഒരു മുഅ്മിനിൽ, അത് മുഴുവൻ മഹാനവറുകളിലുണ്ടായി. ഞാൻ വളരെ ചുരുക്കി പറയുന്നത് കൊണ്ട് 2-3 സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പറഞ്ഞു തീർക്കാവതല്ല ഈ 2 മഹാന്മാരെ കുറിച്ചും ഒരു ദിവസം കൊണ്ട്. ബാപ്പുട്ടി ഹാജി വല്ലാതെ താഴ്മ ചെയ്ത മനുഷ്യനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ല, താഴ്മയുടെ ഉടമയായ സിയത്ത് ഉസ്താദിന്റെ കൂടെ ജീവിച്ചപ്പോ ആ മഹാന്റെയും ജീവിതത്തിൽ താഴ്മ തന്നെയാ. എന്താ താഴ്മ? മഹാനവറുകളെ ചെറിയ കുട്ടിയെ പോലും വിളിക്കാറുള്ളത്. ബാപ്പുട്ടി ഹാജിയെ കണ്ട ആളുകൾക്കറിയാലോ, ചെറിയ കുട്ടിയാണെങ്കിലും പോലും വിളിക്കാം, നിങ്ങൾ ഇവിടെ വരി, നിങ്ങളിപ്പോ ഇവിടുന്ന് വന്ന്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആ മഹാ ഒരു 10-11 വയസ്സുള്ള കുട്ടിയെ പോലും നീ എന്ന് വിളിക്കാറില്ല. അല്ലാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യനൊരു ആദരവുണ്ടല്ലോ. കുട്ടികൾ നിഷ്കളങ്കമായി തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കരായ കുട്ടികളാണല്ലോ. അവരോട് ഖൽബിലുള്ള സ്നേഹവും ബഹുമാനവും ആദരവും കരുണയും എല്ലാം ആ വാക്കിൽ തന്നെ പ്രകടമായിരുന്നു. നിങ്ങൾ എന്നായിരുന്നു പലപ്പോഴും വിളിക്കാറുണ്ടായിരുന്നതെല്ലാരെയും. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഏതോ ഒരു അതിഥികൾ വന്നു കർണാടകയിൽ നിന്നാണ്. ദാൽഹുദായുടെ ആശയങ്ങൾ കേരളത്തിന് പുറത്തുള്ള ജില്ലകളും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്ന ആ സമയമാണ്. ദാൽഹുദ കാണാനും പരിചയപ്പെടാനും കേരളത്തിന് പുറത്തുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അന്ന് മഹാനായ ബാപ്പുട്ടി ഹാജി അവர்கள் അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മഹാനവറുകൾ കഴിച്ച പ്ലേറ്റ് അവർ തന്നെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിടിച്ചു വെച്ചു. പിടിച്ചപ്പനോട് പറഞ്ഞു, മോനെ എന്റെ പ്ലേറ്റ് മോൻ കഴുകണ്ട, എന്റെ പ്ലേറ്റ് ഞാൻ തന്നെ കഴുകും, അല്ലാത്ത പ്ലേറ്റുകളൊക്കെ എടുത്തുകൊണ്ടുപോയാ മതി, അല്ലാത്ത പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുപോയാൽ മതി. നിങ്ങൾ ആലോചിക്കണം, തന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാനും അനുസരിക്കാനും തയ്യാറുള്ള എത്രയോ കുഞ്ഞുമക്കളുണ്ട് ചുറ്റുഭാഗത്തും. ഒരു പണി പോലും മറ്റൊരാളോട് ചെയ്യിപ്പിക്കാറില്ല. താൻ ചെയ്യുന്നതെല്ലാം താൻ തന്നെ ചെയ്യുന്നത് ആ മഹാന്റെ സ്വഭാവമായിരുന്നു. ഞാൻ അധികാരിയാണെന്ന ഭാവം മഹാനവർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹം ദുഷിച്ചു പോയത് ചെയ്യുന്നതൊക്കെ ക്യാമറയിൽ പകർച്ച, ചെയ്യുന്നതൊക്കെ ഫോട്ടോ എടുക്കുക, എല്ലാം ഫോട്ടോ.
എല്ലാം ക്യാമറകൾ. നേതാക്കൾ കാണാം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനായി തിരക്ക് കൂട്ടുന്നത്. ഇവിടെയാണ് ബാപ്പുട്ടി ഹാജി ഒരു സാധാരണക്കാരനേറെ മാതൃകയാകുന്നത്. ആ മഹാ നിർബന്ധമായ സാഹചര്യങ്ങളിലില്ലാതെ ദാർഹുദാക്ക് ഗുണം കിട്ടേണ്ട എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ആ മഹാ സ്റ്റേജിൽ വരികയോ ഫോട്ടോക്ക് പോസ്റ്റുകയോ ചെയ്യുകയോ ചെയ്യാറില്ല. വളരെ നിർബന്ധമായ ആവശ്യങ്ങൾക്ക് സ്റ്റേജിൽ തന്നെ വരാറുള്ളൂ, ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നിടത്ത് നിൽക്കാറുള്ളൂ. ആ മഹാന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്. മാത്രമല്ല ദാനധർമ്മങ്ങളുടെ വിഷയത്തിലോ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ മുൻപന്തിയില്ല. ഒരിക്കൽ ദാൽഹുദായുടെ മീറ്റിംഗിലാ പറഞ്ഞത്, ദാൽഹുദാക്ക് വലിയ കടക്കുള്ള സമയം 1 ലക്ഷം റുപ്യ ഒരു പേര് പറയാത്ത സഹോദരന്റെ വകയായി കിട്ടിയിട്ടുണ്ട്. മൂപ്പരന്നെയാണ് കൊടുത്തതെന്നാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ ആളുകളൊക്കെ വിശ്വസിക്കുന്നത്. പേര് പറയാത്ത ഒരാൾ 1 ലക്ഷം തന്നിട്ടുണ്ട്. ദാൽഹുദായുടെ തുടക്കത്തിൽ വാങ്ങിയത് 3 ഏക്കറോളം സ്ഥലമാണ്. 3 ചില്ലാനം ഏക്കറാണ്. ആദ്യം വാങ്ങിയത് പള്ളി നിൽക്കുന്ന ആ ഭാഗത്തുമടക്കമുള്ള വെള്ളക്കുണ്ടായിരുന്നു. 3 ഏക്കർ വാങ്ങിയിട്ട് ഈ സൗഹൃദങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു, ഇതിനിപ്പോ പൈസ പിരിക്കാന്ന് പറഞ്ഞാൽ മോശല്ലേ? അങ്ങനെയല്ലോ പല സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലത്ത് എന്നിട്ട് വയലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ പള്ളിക്ക് കുറച്ച് പൈസ വേണം, പിരിക്കണം എന്നാണ്. ഞാൻ അങ്ങനെ പിരിവ് തുടങ്ങിയപ്പോൾ ഓരോരുത്തർ 5000 10,000 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ എഴുതാനിരിക്കുന്ന ഒരുത്തുണ്ടാവും സെക്രട്ടറിയാണ്. ഞാൻ ചോദിച്ചു നിങ്ങളെ വക എത്രയാണ്? അതെ ഞാൻ എഴുത്തും കുത്തുമൊക്കെ ചെയ്യില്ലേ, ഞാൻ പിന്നെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതണം കുത്തണമൊക്കെ ഉണ്ടല്ലോ, പ്രസിഡന്റും സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പണിയുള്ള ആൾക്കാരല്ലേ. ഇനി പിന്നെ ഞങ്ങൾ ദാനധർമ്മം ചെയ്യണോ? അങ്ങക്ക് അങ്ങനെ തന്നെ കൂലി കിട്ടില്ലേ? ഈ മഹാനിൽ നിന്ന് പഠിക്കേണ്ട പാഠമാ. മഹാനവർഗന 3 ചില്ലാനം ഏക്കർ വാങ്ങിയിട്ട് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പറഞ്ഞു, ഇതിപ്പോ നമ്മൾ പോയി പിരിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? മോശമായിട്ടല്ല, ആളുകൾ ചോദിച്ചാൽ കൊടുക്കും. അവർ നിഷ്കളങ്കന്ന ആളുകൾക്കറിയാം. എന്നാലും അവനവനിൽ നിന്ന് തുടങ്ങാത്ത ഒരു പിരിവും വിജയിക്കൂല. അവനവനിൽ നിന്ന് തുടങ്ങാത്തൊരു വിപ്ലവത്തിനും വിജയമില്ല. സ്റ്റേജിൽ ഇരിക്കുന്ന 2 മഹാന്മാരുണ്ട്, അവരുടെ അടുത്ത കൂട്ടുകാരാണ്. അവരോട് പറഞ്ഞു, ഇതിപ്പോ നമ്മൾ ആൾക്കാരോട് പിരിക്കണം മോശമല്ലേ, നമ്മൾ 3-4 വാങ്ങല്ലേ? 1 ഏക്കർ ഞാൻ എന്റെ വക വാങ്ങാം. അപ്പൊ അടുത്ത കൂട്ടുകാരൻ പറഞ്ഞു 1 ഏക്കർ എന്റെ വക. അപ്പൊ തൊട്ടടുത്ത കൂട്ടുകാരൻ പറഞ്ഞു 1 ഏക്കർ എന്റെ വക. ആ 3 നിസ്വാർത്ഥരായ സൗഹൃദപരയാണ് ഈ മഹാവിപ്ലവത്തിന്റെ തുടക്കമായത്. 3 ചെങ്ങായിമാരാ. CH ഉസ്താദ് പിന്നെ എത്ര വലിയ പൈസ ഒന്നും കൊടുക്കാൻ പറ്റുന്ന ആളല്ലല്ലോ. ആ മഹാന്റെയും ബഷീർ ഉസ്താദിന്റെയും ചിന്ത അവരുടെ കൂടെ നിന്ന് നടപ്പിൽ വരുത്തിയത് അവരായിരുന്നു, ഉമറാക്കളായിരുന്നു. അതന്നെ മഹലിൽ വേണ്ടിയത്. ഇത് മഹലിൽ ഉസ്താദിന്റെ പറഞ്ഞാൽ അത് കമ്മറ്റിക്കാരന് പറ്റൂല. കമ്മറ്റിക്കാരൻ പറഞ്ഞാൽ ഉസ്താദ് പറയും എന്നോട് ചോദിക്കാതെ പറഞ്ഞ് ഞാൻ 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 ഈ ഞാനാണ് ഉമ്മത്തിനെ നശിപ്പിച്ചു കളഞ്ഞത്. എത്ര നല്ല മാതൃകയാണ്. ബഷീർ ഉസ്താദിന്റെയും സിയത്ത് ഉസ്താദിന്റെയും ചിന്തയിൽ വന്നതെന്താണ്? ആ വന്ന കാര്യം അത് നടപ്പിൽ വരുത്താൻ അവരോട് കൂടെ ഒപ്പുന്ന മഹാന്മാരായ ഉമറാക്കൾ അല്ലാഹുവിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദുർദായുസ് കൊടുക്കട്ടെ. ഞങ്ങൾക്കറിയാം വലിയ രസം എന്താ? ചിലരൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ മുത്തുനബിയുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഓർത്തുപോകും. മീറ്റിംഗ് നടക്കും. മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ചില ബാപ്പുട്ടിയാജി ചില അഭിപ്രായങ്ങളൊക്കെ പറയും, സിയത്ത് ഉസ്താദ് പറയും. മീറ്റിംഗിൽ ചിലപ്പോൾ രണ്ടാളും ആ അഭിപ്രായത്തിൽ എതിരഭിപ്രായവും. 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. 2 ആളും അവരുടെ ന്യായവാദങ്ങളൊക്കെ നികത്തും. എന്നിട്ട് ഏതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ സിയത്ത് ഉസ്താദ് പറയും ഞാൻ അംഗീകരിച്ചു. എന്നിട്ട് പിന്നെ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോരൽ എങ്ങനെയെന്നറിയങ്ങളും. മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിന് മുമ്പൊക്കെ പൊരുത്ത പിടിപ്പിച്ചു ഞാൻ പിന്നെ നന്മക്ക് പറഞ്ഞതായിരുന്നേ, മാപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിച്ചു പോകുന്ന ഏറ്റവും നല്ല സ്നേഹിതന്മാരായ 2 പേർ, ഹൃദയം കൈമാറിയ 2 പേർ. പലപ്പോഴും ബാപ്പുട്ടിയാജിയുടെ അഭിപ്രായം അംഗീകരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും പുണ്യനബി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മസ്വറ ചെയ്യുന്ന പോലെ റസൂലുള്ളാഹി ചിലപ്പോൾ സ്വഹാബികളോട് മസ്വറ ചെയ്യും. സ്വഹാബികൾ പല അഭിപ്രായം പറയും. ഒരിക്കൽ റസൂലുള്ളാഹി ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ശത്രുക്കളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹി അങ്ങയെ കൊല്ലാൻ വേണ്ടി മക്കത്ത് നായിതെടുത്തു വന്നാളെ ഒരാളും വിടാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്തോടെ നബിയെ, എല്ലാവരെയും തല കൊയ്യണം. ഉമർ റളിയല്ലാഹു അൻഹു അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് അവരെ നമ്മളെ ശത്രുക്കളാണ്, നമ്മളെ കൊല്ലാൻ വന്നോലെ തന്നെയാണ്. എന്നാലും നബിയെ നമ്മളെ കുടുംബക്കാരൊക്കെ തന്നെ ഒരു മുസ്ലിം ആയിട്ടില്ലെങ്കിലും ഓലെ കൊല്ലണ്ട യാ റസൂലല്ലാഹ്, എന്തെങ്കിലും പൈസ ഒക്കെ വാങ്ങിയിട്ട് ഓലെ വെറുതെ വിട്ടാല് നബിയേ.
മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചു. നമുക്ക് തോന്നും ചിലരൊക്കെ രണ്ടുപേരും ചില അഭിപ്രായങ്ങൾ, ചില കാര്യങ്ങളിലൊക്കെ രണ്ടുപേരും രണ്ടഭിപ്രായം പറയും. പക്ഷേ സത്യമേതെന്ന് ബോധ്യപ്പെട്ടാൽ തന്റെ സുഹൃത്തിനെ അംഗീകരിക്കാനും മാനിക്കാനും ഉണ്ടായിരുന്ന വിശാലമായ മനസ്കഥ കിടക്കുന്ന മഹാന്മാരിൽ ഉണ്ടായിരുന്നു. എന്തിനേറെ എന്റെ പ്രിയമുള്ളവരെ, പണ്ഡിതന്മാരോട് സഹവസിച്ചത് കൊണ്ട് പണ്ഡിതന്മാരുടെ സ്വഭാവം മാത്രമല്ല, പണ്ഡിതന്മാരെ മറികടക്കുന്ന സ്വഭാവം ഒന്ന് തോന്നിപ്പോ. ഹലോ, അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ഈ കുട്ടിയൊക്കെ നല്ലത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. ചെറുപ്പത്തിൽ എപ്പോഴും കുട്ടിയൊക്കെ മീരാജാസിനെ കാണിച്ചു കൊടുത്താൽ കുട്ടികൾ പിന്നെ മീരാജാസിന്റെ മാതിരിയാ മുടി വരാം, മീരാജാസിന്റെ മാതിരിയാണ് പിന്നെ ഒരു ഡ്രസ് ഇടാ. ഈയിടെ നിങ്ങൾ കേട്ടില്ല, ഏതോ ഒരു ജില്ലയിൽ, ഏതോ ജില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഏതൊരു ജില്ലയിൽ പൃഥ്വിരാജിന്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര താല്പര്യം. എന്താ ചെറുപ്പത്തിലെ പൃഥ്വിരാജിനെ കാണുന്നത്? ചെറുപ്പത്തിലെ പൃഥ്വിരാജിനെയാണ് കാണുന്നത്. നമ്മുടെ റോൾ മോഡൽ ആരാവണം? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാവണം. പണ്ഡിതന്മാരോട് ഈ മഹാൻ ചേർന്നപ്പോൾ ആ മഹാന്റെ ജീവിതം പോലെ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്ന ജീവിതം. എന്തേ സുന്നത്തിന്റെ കാര്യത്തിൽ കണിശത പാലിച്ചിരുന്ന ആളാ മഹാനായ ബാപ്പുട്ടി ഹാജി നവ്വറല്ലാഹു മർഖദഹു. ജീവിതത്തിൽ വെള്ള വസ്ത്രം ഓർമ്മ വെച്ച കാലം മുതലേ വെള്ള വസ്ത്രമാണ് ധരിക്കാറുള്ളത്. വെള്ളയല്ലാതെ ശരീരത്തിൽ പൊടിക്കാറില്ല. അധികവും 3 വസ്ത്രമാ ഉണ്ടാവാറുള്ളത്. ഒരിക്കൽ ക്ലാസ്സിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരാൾക്ക് എത്ര വസ്ത്രം വേണമെന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. ദാൽഹുദാക്ക് പ്രവേശനം തരുമ്പോ തന്നെ അതിൽ കാണാം 3 ജോഡി വസ്ത്രം എന്ന് കാണാം. ഞങ്ങളോട് പറഞ്ഞു ഒരാൾക്ക് 3 ജോഡി വസ്ത്രം മതി, 2 ജോഡി മാറാൻ. അതായത് ഒന്ന് ധരിച്ചു ഒന്ന് അലക്കിടാൻ, നിന്ന് പിറ്റേതും മറ്റത് അലക്കിടുമ്പോ മറ്റതിടാ, ഒന്ന് പുതിയത് പെരുന്നാളിനൊക്കെ കൊടുക്കാൻ. ക്ലാസ്സിൽ വന്ന ഒരാൾക്ക് അമിതവ്യയം പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അമിതവ്യയം ചെയ്യുന്ന ആൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഈ വ്യക്തിത്വങ്ങൾ ഉള്ളത്. റഹ്മുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. പറഞ്ഞാൽ തീരാത്ത അത്രയും വിശാലമായ വ്യക്തിത്വങ്ങളാണിവർ.